പ്രകൃതിയിൽ നിന്നും മനുഷ്യനിൽ നിന്നും വേറിട്ടതൊന്നും വയലാർ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ചില പാട്ടുകൾ എടുത്തു പറയുന്നതിനേക്കാൾ ഇല്ലാത്തതാണ് ഒരുപക്ഷെ എണ്ണിയെടുക്കാൻ പറ്റുക, ഉള്ളത് എണ്ണിയെടുക്കാൻ പറ്റില്ല. സ്ത്രീധനം പുരുഷന് കിട്ടുന്നതല്ലേ, അതൊരു വിപ്ലവമായിരുന്നു. അപ്പം സത്യത്തിൽ പുരുഷന് കിട്ടുന്നതല്ല അത്. ഒരു പിതാവ് സ്വന്തം മകളെ കെട്ടിച്ചയക്കുമ്പോൾ അവൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് സ്ത്രീധനം. അതൊരു പുരുഷൻ്റെ അവകാശമല്ല. പക്ഷേ കാലക്രമേണ പുരുഷ മേധാവിത്വം വന്നപ്പം ഇത് പുരുഷൻ്റെ അവകാശമായിട്ട് മാറുകയും ആ സമ്മാനം എന്നുള്ള അവസ്ഥയിലേക്ക് പിന്നെ വിലപേശലായിട്ട് മാറിയല്ലോ. ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് പുതിയൊരു ജീവിതം ഉണ്ടാകുന്നതിന് പകരം നിങ്ങൾക്ക് AI കൊണ്ടൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റും. അവർ ഒന്നായിരുന്നപ്പോഴാണ് ഞാൻ ഉണ്ടായത്. അവർ രണ്ടായപ്പോൾ അച്ഛൻ്റെ ബീജത്തിൻ്റെ കൂടെ നിൽക്കണോ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ നിൽക്കണോ? ഒരുപാട് കാലത്തിന് ശേഷം നീ എത്ര ധന്യ എന്ന് പറയുന്ന സിനിമയിൽ ONV-യും ദേവരാജനും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം, ഒരു കലഹത്തിന് ശേഷം ഒരുമിക്കുകയാണ്. അപ്പോൾ അത് പാടാൻ തരങ്കിണിയിൽ യേശുദാസ് വന്നപ്പോൾ യേശുദാസ് ശീലിച്ചു പോകുന്ന പുതിയ സമ്പ്രദായം വെച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, പക്ഷേ ട്രാക്കില്ല, നീ ഓർക്കസ്ട്രയുടെ കൂടെ പാട്. അപ്പോൾ പറഞ്ഞ എൻ്റെ ശബ്ദം പാടുമ്പോൾ ശരിയായിക്കോളൂ. മാനസപുത്രിയാം ഭൂമിദേവിയെ പോലെ തപസ്സിരിക്കൂ, നീ തപസ്സിരിക്കൂ. കാലത്തിൻ കയ്യിൽ നിന്നൊരു പെൺപൂവിനെ ഒരു പെൺപൂവിനെ കൈനീട്ടി വാങ്ങിക്കൂ. ശൂന്യമാം നിന്റെ ഈ ഏകാന്തതയെ പ്രേമസുരഭിലമാകും. ഇന്നിപ്പോൾ ഒറ്റപ്പെടലിൻ്റെ ദുരിതത്തിലെല്ലാവരും ഛിന്നഗ്രഹങ്ങളാണ് എല്ലാവരും, അല്ലേ? അവനും അവൻ്റെ സാങ്കേതിക യന്ത്രവും മാത്രമേ ഉള്ളൂ. ഇവനിൽ പ്രണയമില്ല. ആ പ്രണയം നഷ്ടപ്പെടരുത് എന്ന് വയലാർ പറഞ്ഞത് ഒരു മകൻ ഏറ്റു പറയാനുള്ളൊരു അവകാശം ഉണ്ടെന്നുള്ള രീതിയാണ് പറയും. സെൽഫി ഉള്ളതുകൊണ്ട് ചിത്രങ്ങൾ ബാക്കിയുണ്ട്. ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന എത്രയോ മുഹൂർത്തങ്ങൾ ഓരോ ഫോണിലും ഉണ്ടാവും. നമ്മൾ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന എത്ര ഫോട്ടോ ഉണ്ട്. വയലാർ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പ്രഖ്യാതമായ ഒരു ചിത്രമുണ്ട്. ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ മഹാകാവ്യമാണ് ഒരൊറ്റ ഫ്രെയിമിൽ ഒപ്പിയെടുത്ത് വെച്ചിരിക്കുന്നത്. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് എഴുതിയ അതേ മനുഷ്യൻ തന്നെ ആ സ്വാമിയെ പോലെ എഴുതിയിട്ട് ഒരു പക്ക് റമ്മടിച്ച ഈശ്വരൻ കോപിക്കുന്നെങ്കിൽ കോപിച്ചോട്ടെ എന്ന് എഴുതി. പച്ചക്കഞ്ചാവിൻ മണമുള്ള കാറ്റ്, പീരിമേട്ടിലെ കാറ്റ്, ഇന്ന് എഴുതാൻ പറ്റുമോ? സെൻസർ ചെയ്യത്തില്ലേ? മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവത്തോടനുബന്ധിച്ചുള്ള കട്ടൻ റൈസർ പരിപാടി അങ്ങനെ നമ്മുടെ നാട്ടിലും എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് അക്ഷരങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും വിപ്ലവവും അക്ഷരങ്ങളും തമ്മിൽ ഒരുപാട് ബന്ധമുള്ള മലയാള സാഹിത്യത്തിലും സാംസ്കാരിക ബോധം ഉണ്ടാക്കുന്നതിലും സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിലുമൊക്കെ ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച ആലപ്പുഴക്കാരായ രണ്ട് വലിയ പ്രതിഭകളോടൊപ്പമാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് വാക്കിൻ്റെ വിത്തിട്ടാൽ 100 മേനി വിളവ് കിട്ടുന്ന വയലാണ് വയലാർ എന്ന് പറയാറുണ്ട്. വിഷമില്ലാത്ത ആറാണ് വയലാർ എന്ന് പറയാറുണ്ട്. അങ്ങനെ ആ വയലാറിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിടുന്നത്. അപ്പോൾ ഡബിൾ സ്ട്രോങ് കടുപ്പത്തിൽ ഒരു ചർച്ച എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമൊക്കെ അല്ലെങ്കിൽ ഈ കേൾക്കുന്നവർ കൂടി ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിച്ച് പങ്കാളികളാകുമ്പോഴാണ് ഈ ചർച്ച അതിൻ്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിലേക്ക് എത്തുക. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ എക്കാലവും എഴുതിയ അല്ലെങ്കിൽ ഓരോ വരികളിൽ എഴുതിയ ആളാണ്. കവിതയിലാണെങ്കിലും സിനിമാ പാട്ടുകളിലാണെങ്കിലും എഴുതിയ ആളാണ് വയലാർ. അദ്ദേഹം അക്ഷരങ്ങളെ പാദസരം കെട്ടിച്ച ആളാണ്. ഒരുപക്ഷെ പൊന്മുടിപ്പുഴയുടെ അനുജത്തിയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശംഖുപുഷ്പം, കണ്ണെഴുതുന്ന ശംഖുപുഷ്പത്തെക്കുറിച്ചും ഏത് പാട്ടുകൾ എടുത്താലും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അദ്ദേഹം നിർവചിക്കാറുണ്ട് പല രീതിയിൽ. വയലാറും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്നത് എന്തൊക്കെ പാട്ടുകളാണ്, ഏതൊക്കെ ആ കാലവുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രഞ്ജി സാറിന് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു വയലാറിൻ്റെ എല്ലാ കവിതകളിലും പ്രകൃതിയും, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ വയലാറിൻ്റെ. അങ്ങനെ ഒരു മനുഷ്യനെയും മനുഷ്യൻ്റെ പരിസരങ്ങളെയും വേർതിരിച്ച് നിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ വേറിട്ട് നിർത്താൻ പറ്റുന്ന ഒന്നും വയലാർ എഴുതിയിട്ടില്ല. വയലാറിൻ്റെ എല്ലാ കവിതകളിലും മനുഷ്യനും മണ്ണും പുഴയും മലയും നമ്മുടെ പ്രകൃതിയുടെ ഒരു നിരന്തരമായ അന്തർധാര
പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധത്തിൻ്റെ മനോഹരമായ അന്തർധാര, കടലും മഴയും ഒക്കെ ഇല്ലാത്ത പാട്ടുകൾ അപൂർവമാണ്. ഒരു പൂവിനെക്കുറിച്ച് പറയാത്ത ഒരു പാട്ടും ഒരുപക്ഷെ വയലാറിൻ്റേതായി ഉണ്ടാവില്ല. അത്രയധികം അതൊരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൻ്റെ കൂടെ വയലാറിൻ്റെ സവിശേഷമായൊരു ഫ്യൂഡൽ പാരമ്പര്യം, വയലാർ പിന്തുടർന്നു വന്ന കാവ്യസരണിയുടെ സ്വാധീനം. ഇപ്പോൾ ലളിത കോമള കാന്ത പദാവലി എന്ന് പറയുന്ന ഒരു ചങ്ങമ്പുഴ ട്രീറ്റിലാണ് വയലാർ അടക്കമുള്ള ആ കാലത്തെ മിക്കവാറും കവികൾ എഴുതി തുടങ്ങിയത്. വയലാറായാലും ONV ആയാലും പി ഭാസ്കരനായാലും തിരുനെല്ലൂരായാലും പുതുശ്ശേരി ആയാലും ആ കാലത്തെ യുവ കവികളെല്ലാം തന്നെ അങ്ങനെ ഒരു മഹത്തായ ഒരു കാവ്യ പാരമ്പര്യത്തിൻ്റെയും കാവ്യ വ്യക്തിത്വത്തിൻ്റെയും ചുവട് പിടിച്ച് എഴുതി തുടങ്ങിയവരാണ്. സ്വതന്ത്രമായ പ്രതിഭാവിലാസത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപുള്ള കാലങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചങ്ങമ്പുഴ തുടങ്ങി വെച്ച ഒരു കാവ്യപന്ഥാവിൻ്റെ അതിൻ്റെ ഒരു പ്രകാശം എല്ലാ കവിതകളിലും ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും ഒക്കെ തന്നെ അങ്ങനെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിരുന്നു. അപ്പോൾ പ്രകൃതിയിൽ നിന്നും മനുഷ്യനിൽ നിന്നും വേറിട്ടതൊന്നും വയലാർ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ചില പാട്ടുകൾ എടുത്തു പറയുന്നതിനേക്കാൾ ഇല്ലാത്തതാണ് ഒരുപക്ഷെ എണ്ണിയെടുക്കാൻ പറ്റുക, ഉള്ളത് എണ്ണിയെടുക്കാൻ പറ്റില്ല. ചങ്ങമ്പുഴയുടെ കവിതകൾ പാടും ശൃംഗാരപ്പുഴക്കടവിൽ, ചങ്ങമ്പുഴയും കുമാരനാശാനും ഒക്കെ വീണുപോകുന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഗ്രീഷ്മവും ശിശിരവും അല്ലെ, കുളിക്കാൻ ഇറങ്ങുന്ന വനസരോവരത്തെ കുറിച്ച്. അപ്പൊ ശരത്തേട്ടാ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കുറച്ചുകൂടി ശരത്തേട്ടനായിരിക്കും പ്രകൃതിയുമായുള്ള വയലാറിന്റെ ബന്ധത്തെ കുറച്ചുകൂടെ വേഗം നിർവചിക്കാനാവുക. ആദ്യമായി ഇങ്ങനൊരു ചടങ്ങ് മാതൃഭൂമി ചെയ്യുമ്പോൾ, അക്ഷരോത്സവ ബന്ധപ്പെട്ട അന്തർദേശീയ ഇതുമായിട്ട് ചെയ്യുമ്പോൾ, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ആ ക്യാപ്ഷൻ ഒന്ന് മാറ്റുക. പാട്ടിൻ്റെ നെല്ലറയിൽ വാക്കിൻ്റെ വിപ്ലവം. അതിനേക്കാൾ നല്ലത് തിരിച്ച് വാക്കിൻ്റെ നെല്ലറയിൽ പാട്ടിൻ്റെ വിപ്ലവം. കാര്യം വാക്കിൻ്റെ നെല്ലറക്കാർ ഇവരാണ് ശരിക്കും രണ്ടുപേരും. പിന്നെ രണ്ട് വയലുകളുടെ ഇടയിൽ സമൂഹം എന്ന ആറിൻ്റെയും മധ്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ തീരത്ത് ഇരിക്കുന്നതിൻ്റെ വരമ്പത്തിരിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അതുകൊണ്ടാണ് കാര്യം പാട്ടിൻ്റെ ഒരു നെല്ലറയുണ്ടെങ്കിൽ വാക്കുകൊണ്ട് അതിന് വിപ്ലവം ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞു. അപ്പോൾ പാട്ടിന് അവസരം ഉണ്ടാക്കി തരുന്ന രണ്ട് തിരക്കഥാകൃത്തുക്കളായി ഇവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് മാറ്റിക്കോട്ടെ. ആ വിപ്ലവം അല്ലെങ്കിൽ ഒരു മാറ്റം എഴുതി തരാനൊരു അവസരം ഉണ്ടാക്കുമ്പോൾ അന്ന് അവസരം ഉണ്ടാക്കി കൊടുത്ത ഒത്തിരി പുരോഗമനമായിട്ട് ചിന്തിച്ച ഒരാളെ ഉണ്ടാക്കി കൊടുത്ത അവസരങ്ങളാണ് ഒരു പക്ഷേ വയലാറിനെ കൂടെ അങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത്. അപ്പോഴും അദ്ദേഹം സംസ്കാരത്തിൻ്റെ ആ നാളങ്ങൾ എങ്ങനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് തന്നെയാണ് മാറ്റത്തിന് അല്ലെങ്കിൽ വിപ്ലവത്തിന് ഒരു തയ്യാറെടുപ്പ് ഉണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് പിന്നെ കടുപ്പത്തിൽ ഒരു ചർച്ചയാണ്, പക്ഷേ ഇങ്ങനെ കടുപ്പത്തിൽ ചർച്ച നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ രഞ്ജി അദ്ദേഹം പറഞ്ഞത് അത് വേണോ എന്ന് ചോദിച്ചു. വേണം, വന്നാലും വന്നില്ലെങ്കിലും അടുപ്പത്തിൽ ഒരു ചോർച്ച ഉണ്ടാവരുത്, അത് മാത്രമേ എനിക്കൊരാഗ്രഹമുള്ളൂ. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, വലിയ വിമർശനം ഉണ്ടാക്കി വാക്കായിരുന്നു. സ്ത്രീധനം പുരുഷന് കിട്ടുന്നതല്ലേ, അതൊരു വിപ്ലവമായിരുന്നു. അപ്പം സത്യത്തിൽ പുരുഷന് കിട്ടുന്നതല്ല അത്. ഒരു പിതാവ് സ്വന്തം മകളെ കെട്ടിച്ചയക്കുമ്പോൾ അവൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് സ്ത്രീധനം, അതൊരു പുരുഷൻ്റെ അവകാശമല്ല. പക്ഷേ കാലക്രമേണ പുരുഷ മേധാവിത്വം വന്നപ്പം ഇത് പുരുഷൻ്റെ അവകാശമായിട്ട് മാറുകയും ആ സമ്മാനം എന്നുള്ള അവസ്ഥയിലേക്ക് പിന്നെ വിലപേശലായിട്ട് മാറിയല്ലോ. അപ്പോൾ അന്ന് എഴുതിയപ്പോൾ ഈ പാട്ട് ഇതിനൊരു വിപ്ലവ സ്വഭാവം ഉണ്ടായിരുന്നു. കാര്യം തുറന്ന് പറയുകയും ചെയ്തതായി. അതേപോലെ തന്നെയാണ് അന്നത്തെ മറ്റൊരു പാട്ട്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ലേ, അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ. അന്ന് ചെമ്പരത്തി പൂ ഉപയോഗിക്കില്ലായിരുന്നു പൂജയ്ക്ക്, എല്ലാം വളരെ ദിവ്യമായ പൂക്കളെ ഉണ്ടാവുള്ളൂ. പക്ഷേ കാലം മാറിയപ്പോൾ അംഗച്ചമയത്തിലാണ് ഞാൻ ഇത്തിരി സിന്ദൂരം മേടിക്കാനായിട്ട് അശോകന്ന പുഷ്പത്തിനെ അതിനകത്ത് ചേർക്കാനൊരു പ്രേരണ ഉണ്ടാക്കി കാണും. ഇപ്പം കൂടുതൽ ചെമ്പരത്തി ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ, പണ്ടില്ലെങ്കിലും തീരെ ഇല്ലാഞ്ഞത് അതിനകത്ത് ഉൾപ്പെട്ടു എന്നുള്ളൊരു വലിയ സത്യമുണ്ട്. കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ചെമ്പരത്തി ഭഗവതി ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ വിപ്ലവത്തിന്റെ കാര്യം പറയുമ്പോൾ, മാറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭാസ്കര മാഷം തുടങ്ങാനേ പറ്റുള്ളൂ. അതെ, തീർച്ചയായും. പ്രത്യേക സിനിമാ ഗാനങ്ങളിൽ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എഴുതി തുടങ്ങിയതുണ്ട്. അതിലൊക്കെ രസകരമായ ഒരു സങ്കടകരമായ കാര്യം, പിന്നെ എൻ്റെ വീണ കമ്പിയെല്ലാം
വിലക്കെടുത്തു. അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങ് തീർത്തു. എൻ്റെ ബാഷ്പധാരയാകെ വടിച്ചെടുത്തു. സ്വന്തം സുന്ദരിമാർക്കണിയുവാൻ കുണുക്ക് തീർത്തു. അപ്പോൾ എൻ്റെ അധ്വാനത്തിനെ മുഴുവൻ ചൂഷണം ചെയ്യുകയായിരുന്നു. എൻ്റെ അധ്വാനത്തിന് അതിൻ്റെ പങ്ക് മേടിച്ചിട്ട് എന്നെ തന്നെ പൂട്ടിയിടുന്നു. എൻ്റെ പിന്നെ എല്ലാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടും എൻ്റെ ഗാനശേഖരത്തിൻ പൂക്കണികളെ കാണാൻ പൊന്നുഷസേ വന്നു ചേർന്നാലും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്ന് വന്നപ്പോൾ ആ ഒരു പൊന്നുഷസിൻ്റെ ഉദയം ഉണ്ടായി എന്നുള്ളത് അതിനകത്ത് പിന്നെ വയലാർ കഴിഞ്ഞ് ONV കഴിഞ്ഞിട്ടല്ല, P. A. ഭാസ്കരൻ കഴിഞ്ഞ് ONV കഴിഞ്ഞിട്ട് വയലാറിന് ഞാൻ സ്ഥാനം കൊടുക്കുകയുള്ളൂ. പക്ഷേ സിനിമാ ഗാനങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ എഴുതാൻ അവസരം കിട്ടി. ഈ വിപ്ലവം ഒന്നാമത് നമ്മുടെ ഇത് നെല്ലറയാണല്ലോ ഇത്. ഈ ആലപ്പുഴയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതാനിപ്പം പുത്തൻ വിലക്കാരെ, പുന്നപ്പുറക്കാരെ, പുറക്കാട്ട്, കടപ്പുറത്ത് ശാകര, അവരെക്കുറിച്ചൊക്കെ പാട്ട് എഴുതാൻ കഴിഞ്ഞു. കുതുമ്പ് വെള്ളം തുഴഞ്ഞു വരും കൊച്ചുപുലക്കള്ളി, നിന്റെ കൊയ്ത്തരവാൾ തീർത്തതാ ഏതൊരു കൊല്ലപ്പണിയെത്തി. അതൊക്കെ കഴിഞ്ഞ് ഉണ്ണിയാർച്ചപ്പെണ്ണിന് പണ്ട് ഉറുമി തീർത്ത കൊല്ലത്തി, വയലാറിലെ കുടിലുകൾക്ക് വിളക്ക് തീർത്ത കൊല്ലത്തി, ഉദിക്കുമ്പോൾ ചുവക്കുന്ന മാനത്ത് ഉലയൂതി തീ വളർത്തുന്ന കൊല്ലത്തി. അപ്പോൾ അടുപ്പ് ഊതി കൊടുക്കാൻ ഒരാളുണ്ടെങ്കിലേ അന്നം വരെ നമുക്ക് കിട്ടൂ എന്നൊരു ബോധം ഉണ്ടാക്കുന്നത്. അധ്വാനിക്കാനാണെങ്കിലും അന്നം കഴിക്കാനാണെങ്കിലും അതിനകത്തൊരു വിപ്ലവത്തിൻ്റെ ഒരു മാറ്റത്തിന്, വിപ്ലവം വെച്ചാൽ മാറ്റമാണ് വിപ്ലവത്തിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. അല്ല, ഇപ്പോൾ ശരത്തേട്ടൻ ആ വിപ്ലവം പറയുമ്പോൾ മേലേ മാനത്ത് നീലിപ്പുലയിക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് എന്ന് പറയുന്ന അത്തരം ഒരു ഒരുപക്ഷെ ONV സാറ് കൊല്ലംകാരനാണെങ്കിൽ കൊല്ലം ജില്ലക്കാരനാണ്, ദേവരായ മാഷും കൊല്ലം ജില്ലക്കാരനാണ്. പക്ഷേ അവർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അവരുടെ അവരുടെ വളർച്ച ഉണ്ടാകുന്നത് KPSC നിന്നാണ്. അതും നമുക്ക് ആലപ്പുഴയ്ക്ക് പറയാൻ കഴിയുന്ന അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ വിപ്ലവത്തിൻ്റെ ഇപ്പം ബലിഗഡുവീരങ്ങളെ മുതൽ അല്ലെങ്കിൽ ONV സാർ എഴുതിയ പൊന്നരിവാൾ അമ്പളി മുതലുള്ളൊരു വിപ്ലവം പാട്ടുകളിൽ കൊണ്ടുവരാൻ ONV സാറും വയലാറും ഒക്കെ ശ്രമിച്ചൊരു ചരിത്രമുണ്ട് നമുക്ക്. അപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പണ്ട് ദാസേട്ടൻ അഴീക്കോട് മാഷിൻ്റെ സംഭാഷണമാണ് എന്നെക്കാൾ നല്ല സംഗീതം എന്ന് അദ്ദേഹം സംഭാഷണം പ്രസംഗിക്കുന്നതാണ് എൻ്റെ പാട്ടിനേക്കാൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നല്ല സംഗീതം എന്ന് പറയുന്ന പോലെ വാക്കുകളിൽ, സംഭാഷണങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ മൂർച്ചയുള്ള വാക്ക് എഴുതിയ ആളാണ് രഞ്ജിയേട്ടൻ. അപ്പോൾ ഈ പാട്ടിൻ്റെ വിപ്ലവവും അല്ലെങ്കിൽ പാട്ട് അന്ന് രാഷ്ട്രീയ രംഗത്തുണ്ടാക്കിയ ഒരു വിപ്ലവം, അതൊരു രാഷ്ട്രീയ സിനിമകൾ തിരക്കഥകൾ ഒരുപാട് നിർവഹിച്ച ഒരാളെന്ന നിലയിൽ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് വയലാറിൻ്റെ പാട്ടുകൾ? എനിക്ക് തോന്നുന്നു വയലാർ അടക്കമുള്ള വയലാറും P. ഭാസ്കരനും ONVയും നേരത്തെ പറഞ്ഞ പോലെ തിരുനെല്ലൂരും പൊൻകുന്നം ദാമോദരനും ഒക്കെ അങ്ങനെ ഒരുപക്ഷെ നൂറുകണക്കിന് കവികൾ ആ കാലത്ത് എഴുതിയിരുന്നു. കേരളം അതിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സഞ്ചാരത്തിനെ ത്വരിതപ്പെടുത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ആവിർഭാവം, അത് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടാക്കിയ വലിയ സാംസ്കാരിക ചലനങ്ങൾ, വിസ്ഫോടനങ്ങൾ, ആ കാലത്ത് പുസ്തകം വായിക്കുകയും എഴുതുകയും ജീവിതത്തെയും സമൂഹത്തെയും മനുഷ്യരെയും അവർക്കിടയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുകയും ചെയ്ത ഒരുപാട് ആളുകളെ സൃഷ്ടിച്ചു. അതിൽ നിന്ന് നമ്മൾ ഓർമ്മിച്ചെടുക്കുമ്പോൾ ഒരുപക്ഷെ ലബ്ധപ്രതിഷ്ഠരായ ആളുകളെ ആയിരിക്കും ഓർമ്മിച്ചെടുക്കുക. കേരളത്തിൽ നാടക പ്രസ്ഥാനം ഉണ്ടാക്കിയ ചലനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് നാടക പ്രസ്ഥാനം ഉണ്ടാക്കിയ വലിയ സംഭാവനകൾ, അതിനു മുൻപ് ഈ രാജാപ്പാട്ട് നാടകങ്ങളുടെ കാലത്ത് നിന്ന് പിന്നീടുണ്ടായ ഏറ്റവും വലിയൊരു സാംസ്കാരിക വിപ്ലവം എന്ന് സത്യത്തിൽ പറയാവുന്നത് നാടകരംഗത്തുണ്ടായത്. പിന്നെ ആ കാലത്ത് എഴുതിയ കേശവദേവനെ പോലെ, തകഴിയെ പോലെ, ബഷീറിനെ പോലെയൊക്കെയുള്ള ആളുകൾ എഴുതിയ കഥകളും നോവലുകളും ഒക്കെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് പൂർണ്ണമായും കുതറി മാറി ആ ഒരു സാമ്പ്രദായികതയുടെ എല്ലാ ചങ്ങലകളും പൊട്ടിച്ചുകൊണ്ടുള്ള എഴുത്തായിരുന്നു. അപ്പം അങ്ങനെ എഴുതിയവർക്കൊക്കെ ആ കാലത്തിൻ്റെ തുടിപ്പുകൾ, ആ കാലത്തിൻ്റെ രക്തപ്രവാഹത്തിന് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. അതാണ് വയലാറിനെ പോലെയുള്ള ആളുകളെ, വയലാറിനെ പോലെയുള്ള കവികളെയും ആ കാലത്തെ ലബ്ധപ്രതിഷ്ഠരായ വലിയ വലിയ സംഭാവനകൾ നമ്മുടെ സാഹിത്യത്തിനും സംസ്കാരത്തിനും നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിന് വലിയ സംഭാവനകൾ നൽകിയവരെയും ഒക്കെ സൃഷ്ടിച്ചത് ആ കാലമാണ്. ആ കാലത്ത് എഴുതിയവർക്ക് പടപ്പാട്ട് എഴുതാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ അതല്ലാതെ വേറിട്ട് എഴുതിയ ആളുകളുണ്ട്. ഒരുപക്ഷെ കുറെ കൂടെ കവിതയുടെ കുറെ കൂടെ ഒരു സാധ്യതകളെ അന്വേഷിച്ച ആളുകളുണ്ട്. പക്ഷേ വയലാറിനെക്കുറിച്ച്, വയലാറിൻ്റെ കവിതകൾ സമാഹരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആദ്യ സമാഹാരത്തിന്
അവതാരിക എഴുതുമ്പോഴും ഒക്കെ എൻ വി കൃഷ്ണവാര്യർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഒരു ചങ്ങമ്പുഴ ട്രെയ്റ്റിൽ നിന്നുകൊണ്ട് ഭാഷയോടും വാക്കുകളോടും അതിൻ്റെ സൗന്ദര്യത്തോടും അതിൻ്റെ കാൽപ്പനികതയോടും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോഴും ഒരു പ്രത്യയശാസ്ത്രപരമായ ബന്ധം, അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, ഈ രണ്ടും തമ്മിലുള്ളൊരു വലിയ ആത്മസംഘർഷം വയലാറിൻ്റെ എല്ലാ കവിതകളിലും ഉണ്ടായിരുന്നു. ആ പിരിമുറുക്കമാണ് ഒരുപക്ഷെ വയലാർ കവിതകളുടെ സവിശേഷതയായി അന്ന് എൻ വി കൃഷ്ണവാര്യർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു കാവ്യ രീതി അനുശീലിക്കുകയും ഒപ്പം മനുഷ്യജീവിതത്തിൻ്റെ ആ കാലത്തെ ഏറ്റവും ദുഃഖഭരിതമായ അനുഭവങ്ങളെ തൻ്റെ കവിതയിലേക്ക് ആവാഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വയലാറിനെ പോലെ വയലാറടക്കം ആ കാലത്ത് എഴുതിയ എഴുത്തുകാരെ, ആ തരം എഴുത്തുകാരൊക്കെ ഒരുപക്ഷെ ഈ ആത്മസംഘർഷം അനുഭവിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് കുതറി മാറി ഒരുപക്ഷെ കവിതയുടെ മാത്രം ഒരു ലോകത്തേക്ക് വയലാർ എത്തുന്നതിൻ്റെ ഒരു തുടക്കം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കണ്ടു തുടങ്ങിയ കാലത്താണ് ഒരുപക്ഷെ വയലാറിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. മലയാള ചലച്ചിത്രഗാന ശാഖയ്ക്ക് ഉണ്ടായ വലിയ സൗഭാഗ്യം ഒരുപക്ഷെ മലയാള കാവ്യശാഖയ്ക്കുണ്ടായ ഒരു വലിയ നഷ്ടവുമായി തീരുന്നു. മുണ്ടശ്ശേരി എഴുതിയിട്ടുണ്ട്, ഈ സിനിമ എഴുത്തിൻ്റെയും അതുപോലെയുള്ള ജീവിതത്തിൻ്റെയും ഒക്കെ ഈ പിടിയിൽ പെട്ടുപോകുമ്പോൾ വയലാർ എന്ന വലിയ സാധ്യതകളുള്ള, വലിയ പ്രോമിസുള്ള, വലിയ വാഗ്ദാനമായ ഒരു കവിയെ മലയാള സാഹിത്യത്തിന് നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയിലാണ് അദ്ദേഹം ഒരു അവതാരിക അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാലം സൃഷ്ടിച്ച സാഹിത്യത്തിൻ്റെ പിന്തുടർച്ചയാണ് മലയാളത്തിൽ ഇന്ന് നാം കാണുന്ന സാംസ്കാരിക ജീവിതം. അത് ഏതൊക്കെ തരത്തിൽ 70കൾക്ക് ശേഷമുണ്ടായ ആ ഒരു ആധുനികതയുടെ വരവ് സാഹിത്യത്തിൽ, എനിക്ക് തോന്നുന്നത് വയലാർ എഴുതുന്ന കാലത്ത് തന്നെ ഏറെക്കുറെ 50കളിൽ അയ്യപ്പ പണിക്കരൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതും ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ്. അയ്യപ്പ പണിക്കരും കാവാലവും ഒക്കെ എഴുതി തുടങ്ങുന്നത് ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ്. അയ്യപ്പ പണിക്കർ ആ കാലത്ത് തന്നെ കവിതയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു കാലമാണ്. കവിതയിൽ വിപ്ലവകരമായ പരീക്ഷണങ്ങൾ നടത്തുകയും ഭാവുകത്വത്തിൻ്റെ പുതിയ പരീക്ഷണങ്ങളിലേക്ക് മലയാള ഭാഷയെ പിന്നീട് മലയാള കവിതയെയും നയിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ തുടക്കം ആ കാലത്ത് സമാന്തരമായി ആലപ്പുഴയിൽ ആരംഭിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് വയലാറിൻ്റെ കവിതകളുടെ ഏറ്റവും ഒടുവിലത്തെ ഏടുകളിൽ ഇപ്പോൾ യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചു രണാങ്കണം, തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടക്കും പടകുടീരങ്ങളിൽ നിന്നൊക്കെ പറയുന്നത് വയലാർ അതുവരെ എഴുതിയ ഒരു ഭാവുകത്വത്തിൽ നിന്നും പൂർണ്ണമായും വ്യതിചലിച്ചുകൊണ്ട് ഒരുപക്ഷെ പ്രത്യയശാസ്ത്രപരമായ കമ്മിറ്റ്മെൻറ്റുകൾ, കെട്ടുപാടുകൾ എന്നൊക്കെ പറയുന്നതിൽ നിന്ന് ഒരു കവി അദ്ദേഹം വേറൊരു തരം മെച്യൂരിറ്റിയുടെ വഴികളിലേക്ക് സഞ്ചരിച്ച് തുടങ്ങുമ്പോഴാണ് ഒരുപക്ഷെ വയലാറിനാൽ എഴുതപ്പെടേണ്ടിയിരുന്ന, വയലാർ എഴുതേണ്ടിയിരുന്ന ഒരുപാട് കവിതകൾ നമുക്ക് നഷ്ടമായി എന്ന് നമ്മളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ കവിതകൾ. അപ്പോൾ ഒരു കാലമാണ് സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ മണ്ണിൽ കർഷക തൊഴിലാളി സമരങ്ങളുണ്ടായി, പുന്നപ്ര വയലാർ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ ഉണ്ടായി, കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്നു, കയർ ഫാക്ടറി തൊഴിലാളി തിരുവിതാംകൂർ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ ഉണ്ടാകുന്നു, കർഷക സമരങ്ങൾ കുട്ടനാട്ടിലുണ്ടാകുന്നു, വയലാറിലും പുന്നപ്രയിലും ഒക്കെ ഉണ്ടാകുന്ന വലിയ വിപ്ലവങ്ങൾ നമ്മളതിനെ പുതിയ കാലത്തിനോട് ചേർത്ത് വെച്ച് എത്ര വില കുറച്ച് കാണാൻ ശ്രമിച്ചാലും അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്നും അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ അവർ തയ്യാറാകും എന്നും പറയുന്ന ഒരു ചരിത്രം അതിനു മുൻപില്ല. ദേശീയ പ്രസ്ഥാനമൊക്കെ ഉണ്ട്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലെ ഏറ്റവും സവിശേഷമായ ഏടുകളായിട്ട് വയലാറും പുന്നപ്രയും ഒക്കെ മാറുന്നത് സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും തിരിച്ചാക്രമിക്കാനും കഴിയും എന്ന് പറയുന്ന ഒരു ഏട് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. ആ ഏടിൻ്റെ വലിയ സ്വാധീനമാണ് ഒരുപക്ഷെ ആ കാലത്തെ കവികളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ രഞ്ജേട്ടൻ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, വയലാർ അദ്ദേഹത്തിൻ്റെ കവിത എഴുത്ത് തുടർന്നിരുന്നുവെങ്കിൽ മലയാള സാഹിത്യത്തിന് ഒരുപക്ഷെ
വലിയ സംഭാവന നൽകുന്ന സാഹിത്യ കവിതകൾ ഉണ്ടായേനെ എന്ന് പറയുന്നതിനൊരു ശരത്തേട്ടൻ്റെ ഭാഗത്തു നിന്നാണ് അതിനൊരു മറുപടി പോലെ വേണ്ടത്. പക്ഷേ അതിനകത്ത് ഞാനൊക്കെ ഇതൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ളൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരുപക്ഷെ നമ്മുടെ പാട്ടുകൾ കേൾക്കുന്ന സാധാരണക്കാരൻ നിലയിൽ കാളിദാസനെ അറിയുന്നത് വയലാറിൻ്റെ പാട്ടുകളിലൂടെയാണ്, അല്ലെങ്കിൽ സംസ്കൃത ഭാഷയുടെ പല വലിയ ലാവണ്യങ്ങൾ അറിയുന്നതും നമ്മുടെ ഭാഷയിലൂടെയാണ്. ഒരുപക്ഷെ അന്നൊക്കെ റേഡിയോയിലെ പാട്ട് കേട്ട് വളർന്ന ആളുകൾ മലയാള ഭാഷ ഏറ്റവും നന്നായി പഠിപ്പിച്ച ഒരു വലിയ മലയാളം മാഷായാണ് വയലാർ രാമവർമ്മയെ കാണുന്നതെന്ന് പലപ്പോഴും പലരും എഴുതി കണ്ടിട്ടുണ്ട്. അപ്പോൾ രഞ്ജിയേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യത്തിന് മകൻ എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും ശരത്തേട്ടൻ മറുപടി പറയും? എനിക്കതിന് സാഹിത്യപരമായ ഒരു മറുപടി ഇല്ല, പക്ഷെ അനുഭവത്തിൻ്റെ മറുപടി ഞാൻ പറയാം. അതായത് പിന്നെ ഈ കോവിലകം എന്തായിരുന്നു എന്നറിയാം, വളരെ പണ്ട് പോലെയുള്ളതാണ്. അച്ഛൻ്റെയൊക്കെ ബാല്യകാലം എന്ന് വെച്ചാൽ ഇവിടെ പൂണൂലിട്ടവർ മാത്രമേ കയറുള്ളൂ, അല്ലാത്തവർക്ക് പ്രവേശനമില്ല. ഒരു പൂജാരി നിത്യം താമസിച്ച് അമ്പലത്തിൽ പൂജ ചെയ്യുന്നൊരു കാലഘട്ടം. അന്ന് സാഹിത്യ ചർച്ച നടക്കുമായിരുന്നു. ഇവിടെ ഇതൊരു അദ്ദേഹം പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം, വയലാറിനുണ്ടായ ഒരു ആത്മസംഘർഷം എനിക്കുമുണ്ട്. വയലാർക്കറിയാം, ബാല്യത്തിലെ ശീലിച്ചു വന്ന ഒരു പഴയ സംസ്കാരത്തിൽ നിന്ന് പഠിച്ച് വന്നിട്ട് പുതിയൊരു ലോകത്തേക്ക് മാറി വരുന്ന, അല്ലെങ്കിൽ പുതിയ ലോകത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് വള്ളത്തിലും ചവിട്ടി നിൽക്കേണ്ട ഒരു സ്ഥിതിയുണ്ടല്ലോ. കാര്യം ഭാഷ മാറ്റിയെടുക്കണം. ഒരു പക്ഷേ ദിവസത്ത് അമ്മാവൻ എന്നുള്ളൊരു നല്ലവനും എന്നാൽ ക്രൂരനുമായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായി ഇത്ര മുണ്ട് മേടിച്ചു കൊടുക്കുക, ഇത്ര ലിറ്റർ മണ്ണെണ്ണ മേടിച്ചു കൊടുക്കുക, അത് 7 മണി കഴിഞ്ഞാൽ വന്ന് ഊതിക്കെടുത്തുക എന്നൊക്കെയുള്ളൊരു വല്ലാത്ത ബാല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പഠിപ്പിച്ച സംസ്കൃതത്തിനോടൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ആ സംസ്കൃതമാണ് പിന്നീട് എനിക്ക് വളർന്നപ്പം പ്രയോജനപ്പെടുന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്താണ് വയലാറിൽ 4 വശവും കായലാൽ ചുറ്റപ്പെട്ട വയലാറിൽ ഈ പറഞ്ഞ പോലെ ചകിരിനാര് പോലെ ഇരുന്ന ഓരോ തൊഴിലാളിയും പട്ടിണി കൊണ്ട് അവർ ചകിരി പിരിച്ച് കയറാകുന്ന ബലമുണ്ടല്ലോ, അതാണ് കയറ് പിരിക്കും തൊഴിലാളിക്കൊരു കഥ. അപ്പം ഒരുമിച്ച് വന്നപ്പോൾ അതിനൊരു ബലം കിട്ടി. അങ്ങനെ ഒരുമിക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം വയലാർ ഗ്രാമത്തിൽ അന്ന് നടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു സർസിപ്പിക്കെതിരെയുള്ള സമരമായിരുന്നു. അപ്പോൾ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നവനെ ദ്രോഹിക്കുന്ന ഒരു ഭരണാധികാരി വീട്ടിലുണ്ട്. ഇത് തന്നെയാണോ നാട്ടുകാരെ മുഴുവൻ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടിക്കുന്ന സർസിപ്പി എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാകാം. അത് സംഘർഷമായിട്ട് തന്നെ നടക്കുമായിരുന്നു. കാര്യം അതിങ്ങനെ മാറ്റത്തിൻ്റെ ചർച്ചകൾ ഇവിടെ നടക്കും. വരുമ്പോൾ ഇവിടെ പൂണൂലിട്ട് ആൾക്കാരെ കയറ്റുന്നൊരു പണിയൊക്കെ ഉണ്ടായിരുന്നു. ഒരാളെ തോർത്ത് ഒക്കെ ആയിട്ട് പുറത്ത് നിർത്തിയിട്ട് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ മുത്തശ്ശിമ നോക്കുമ്പം ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ അന്ന് പൂണൂല, ഇത് ശരീരത്തിലുണ്ടെങ്കിൽ പിന്നെ പ്രവേശനമുണ്ട്. പക്ഷേ ഉച്ചഗുണം കൊടുക്കും. ചർച്ച ഒരിക്കൽ തൊടുത്ത് വന്നപ്പോൾ, വളരെ ശക്തമായിട്ട് വന്നപ്പോൾ, ഒരു കറുത്ത ആളൊരു ദിവസം വന്നു. അപ്പോൾ മുത്തശ്ശിക്ക് സംശയമുണ്ടായി, എടാ കറുത്ത തമ്പുരാനോ അല്ലെങ്കിൽ കറുത്ത ബ്രാഹ്മണൻ, കറുത്ത സവർണൻ എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പക്ഷേ വന്നപ്പോൾ ഇയാളുടെ മാറിലുണ്ട് ഈ പൂണൂല്, അത് അവിടെ നിന്ന് കെട്ടിച്ചു വിടുന്നതാ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഗംഭീരമായിട്ട് വരുമ്പോൾ പുരോഗമനമായ കാര്യം ചർച്ച, വായിച്ചിട്ടുള്ള ചർച്ചയാണ്, അല്ലാണ്ട് പണ്ട് പഠിപ്പിച്ച് വിട്ടത് മാത്രം ഇങ്ങനെ ഏറ്റുചൊല്ലി ആവർത്തിച്ച് തിരിയുന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്നാണല്ലോ ഈ മാറ്റം വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ ചർച്ച കൊഴുത്തു വന്ന സമയത്ത് അറിയാണ്ട് വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്ക്, ജോസഫേ നീ പറഞ്ഞ കാര്യം ശരിയായില്ലെന്ന് പറഞ്ഞു. നമ്മൾ വെറുതെ പറയില്ല, ആ ഒരൊറ്റ വാക്ക് അല്ലെങ്കിൽ ആ ഒരൊറ്റ പേരാണ് അമ്മയും മകനും തമ്മിൽ, അല്ലെങ്കിൽ അമ്മ വളർത്തിയെടുത്ത ആ സംസ്കാരത്തിൽ നിന്നും അമ്മയുടെ വാത്സല്യത്തിൽ നിന്നും മകൻ അമ്മയെ വഞ്ചിച്ചു എന്നൊരു തോന്നലുണ്ടാകുന്നത്. കാര്യം അച്ഛൻ്റെ 3 വയസ്സിൽ മരിച്ചു പോയല്ലോ, അച്ഛന് 3 വയസ്സിൽ മുത്തശ്ശൻ മരിച്ചുപോയി. അപ്പോൾ അതുവരെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു അമ്മയെ ഇങ്ങനെ കാണിച്ച് വഞ്ചിച്ചു എന്നൊരു തോന്നലുണ്ടാകും. ഈ 4 കെട്ടിനകത്ത് നടന്ന ചർച്ച അവിടെ ഒരു മുറി പണിഞ്ഞ് അച്ഛനങ്ങോട്ട് മാറ്റി. ആയിഷ എന്ന ആദ്യത്തെ കാവ്യസമാഹാരത്തിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഒരു മുറി പണിഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിങ്ങളുടെ സംസ്കാരത്തിലേക്ക് ഞാൻ ഒരു കരടായി വരുന്നില്ല, ഞാൻ അപ്പുറത്തെ ചർച്ചയ്ക്ക് അവിടെ നടത്തിക്കോളാം എന്ന് പറയുന്നൊരു ആത്മസംഘർഷത്തിലാണ് ഒരു വയലാർ ഉണ്ടായത്. ആ ജോസഫ് എന്നുള്ള വിളിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു വയലാർ എന്നുള്ള കവി ഉണ്ടാകില്ലായിരുന്നു. അത് നിസ്സാരമല്ലത്. ഒരു വാക്കുണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥയിൽ അല്ലെങ്കിൽ സുനീഷ് എഴുതുന്ന തിരക്കഥയിൽ വാക്ക് എത്രമാത്രം മാറ്റിയെടുക്കാം ഒരു സിനിമയുടെ പശ്ചാത്തലം എന്നുള്ളതുപോലെയാണ് ചില വാക്കുകൾ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് അവർ ഇതിന് 2 വശവും പഠിച്ചിട്ടുണ്ട്. രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ തെണ്ടികൾ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു രണ്ടിലെയും ആദ്യത്തെ തെണ്ടിത്തരം കണ്ടിന്ന് അതിൽ തന്നെ മാറ്റം വന്നത്. പിന്നെ അവസാനം നീരസവും സങ്കടവും ഉണ്ടായി. 64 ഈ പ്രസ്ഥാനം 2 ഉണ്ടാകുന്നൊരു സങ്കടമുണ്ട്. ഒരുപക്ഷെ ആ സമയത്തായിരിക്കും ഈ വാള് എന്നുള്ള ആയുധം താഴെ വയ്ക്കാൻ തീരുമാനിച്ചത്. അതിനേക്കാൾ നല്ലത്, പരിവർത്തനത്തിന് ഏറ്റവും നല്ലത്, മാനസിക പരിവർത്തനം നല്ലത് ഒരു വീണയാണ് അല്ലെങ്കിൽ എഴുത്താണെന്ന രീതിയിൽ ആ ലോകത്തേക്ക് മാറാനുള്ള സാഹചര്യം അന്നും വിമർശനം കുറേ കിട്ടും.
അല്ല പിന്നീട് എഴുതിയല്ലോ, ഞാൻ അതിനു വേണ്ടി അല്ല, അല്ല. ഇതിപ്പോൾ എനിക്ക് ഞാൻ പറയാം, ഞാൻ അനുഭവിക്കുന്ന അല്പസംഘർഷത. ഞാൻ ശീലിച്ച് വളർന്ന എല്ലാം പഴയ മലയാള സംസ്കാരമാണ്. പക്ഷേ എനിക്ക് ജീവിക്കേണ്ടതും എഴുതേണ്ടതും പുതിയ ഭാഷയിലാണ്. ഇന്ന് ഞാൻ അതുപോലെ എഴുതിയില്ലെങ്കിൽ എനിക്ക് നിലനിൽക്കില്ല. ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ നമ്മൾ വയലാറിൻ്റെ കാവ്യ സംസ്കൃതികൾ, പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ശരത്തേട്ടൻ സൂചിപ്പിച്ചത് രണ്ട് തിരക്കഥാകൃത്തുക്കൾ വിചാരിച്ചാൽ സിനിമയിൽ പാട്ടുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ തിരക്കഥാകൃത്തുക്കൾ എഴുതി വെക്കുന്ന സ്ഥലത്ത് പാട്ട് വേണമെന്ന് അവസാനം സംവിധായകനാണ് തീരുമാനിക്കുക. അല്ല, പക്ഷേ അതിനകത്ത് വേറെ കാര്യമുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാട്ടിൻ്റെ പ്രസക്തി. അതിഥി എന്നുള്ള സിനിമയിൽ ആ. ഒരു ഫ്ലാഷ് ബാക്ക് ഒഴിവാക്കണം. ഫ്ലാഷ് ബാക്ക് ഒഴിച്ചാൽ കുറേ റീൽസ് നഷ്ടം വരും. ആ. സീമന്തിനി. അപ്പോൾ അത് ഒരു പാട്ടിലൂടെ അവിടെ ആ ഫ്ലാഷ് ബാക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ നിർമ്മാതാവിന് ഒത്തിരിയധികം പൈസ ലാഭം ലാഭം. ഉണ്ടാകും. അങ്ങനെയാണ് സീമന്തിനി. ഇവക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം കല്യാണം കഴിച്ചവളാ സീമന്തിനി. കല്യാണം കഴിച്ചവളെ, നിന്റെ ചൊടികളിൽ ആരുടെ പ്രേമമൃദു സ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈനേഖേന്തു മരീചികയിൽ കുളിച്ചാകെ കളിച്ചു നിൻ കൗമാരം, തളിർത്തു നിൻ കൗമാരം എന്ന് പറയുന്നതിൻ്റെ ആ പ്രസക്തി കെ പി ഒരു കുമാരൻ. സിനിമയുടെ ഫ്ലാഷ് ബാക്ക് മുഴുവൻ 4 വരിയിൽ. അല്ല, ആ ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുന്ന കെ പി കുമാരൻ എന്ന കഥാകൃത്തും അല്ലെങ്കിൽ സംവിധായകനും നിർമ്മാതാവും കൂടെയാണ്. അപ്പോൾ ഒരു പാട്ട് വേണ്ടയോ തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കാണ്. അതൊരു വലിയ കാര്യമാണത്. അതിർവരമ്പുകൾ വെച്ചിട്ട് കഥാകൃത്തിന്റെ ഒരു ഭാഗം ഇത്ര, സംവിധായകന്റെ ഭാഗം ഇത്ര എന്ന് പറയുന്ന ഒരു വീതം വയ്പ് ഒരിക്കലും ഇല്ല. അപ്പം അങ്ങനെ ഒരു വീതം വയ്പില്ല. ഒരു കഥാസന്ദർഭത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ കഥാശകലം വെച്ചിട്ട് ചർച്ചകൾ നടക്കുകയും, എനിക്ക് തോന്നുന്നത് വയലാറൊക്കെ ആ കാലത്ത് എഴുത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ ചർച്ചകളിലുമൊക്കെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഒരു അങ്ങനെ വയലാറിനെ മാറ്റി നിർത്തിയിട്ട് ഒരു കഥയുണ്ടാവുകയും വയലാറിനെ പാട്ടെഴുതാൻ വിളിക്കുക എന്നൊക്കെ പറയുന്നതല്ല. ഇവരൊക്കെ തമ്മിലുണ്ടായിരുന്ന നിത്യവും നിരന്തരവുമായ സമ്പർക്കം, അതിൻ്റെ ഒരു രാസപ്രക്രിയയാണ് ഇത്രയും മനോഹരമായ ഗാനങ്ങൾ. ഇപ്പോൾ കവിതയ്ക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ കവിതയ്ക്ക് പക്ഷേ സമകാലീനരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ വയലാറില്ലായിരുന്നെങ്കിൽ, പി ഭാസ്കരൻ ഇല്ലായിരുന്നെങ്കിൽ, ONV ഇല്ലായിരുന്നെങ്കിൽ, അവർക്ക് സമകാലീനനായ അവരെക്കാൾ ഇളയവനായ ശ്രീകുമാരൻ തമ്പി ഇല്ലായിരുന്നെങ്കിൽ, 70കൾ വരെയുള്ള മലയാള ചലച്ചിത്ര സംഗീതം എത്ര പരിശുഷ്കമായി പോയനെ എന്ന് ആലോചിക്കണം. കാരണം മലയാളിയുടെ തനത് സംഗീതം എന്ന് പറയുന്നത് ചലച്ചിത്ര ഗാനമാണ്. മലയാള ഭാഷയെ പറഞ്ഞാൽ ശോകമായി. അതെ, ഇപ്പോൾ നിങ്ങൾ കാളിദാസനെ കുറിച്ച് പറയുമ്പോൾ കാളിദാസനും മലയാളത്തിൻ്റെ ഗോത്ര സംസ്കാരവും മലയാളത്തിൻ്റെ ചരിത്രാതീത കാലം മുതലുണ്ടായിട്ടുള്ള നാടൻ പാട്ടുകളും എല്ലാം ചേർന്നിട്ടാണ് ഈ കാലത്ത് എത്ര ലാളിത്യത്തോടു കൂടിയാണ് വയലാറും പി ഭാസ്കരനും ഇവരൊക്കെ ആ സങ്കല്പങ്ങളെയും ആ ഭാവുകത്വത്തെയും അതിൻ്റെ കാൽപ്പനികതയും ഒക്കെ ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നൊരു പുതിയ പോസിബിലിറ്റിയിലേക്ക്. നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങുന്ന കാലത്ത് ഹിന്ദി പാട്ടുകളുടെയും തമിഴ് പാട്ടുകളുടെയും ഈണം വെച്ചിട്ട് അതിന് പാരഡി എഴുതുന്ന പോലെ ഒരു കാലത്തിൽ നിന്ന് ഈ ചെറുപ്പക്കാരായ കുറച്ച് ആളുകൾ വന്നിട്ട് പുതിയൊരു സംസ്കാരം തുടങ്ങുകയാണ്. അത് മലയാളിയുടെ തനത് സംഗീതം ആയി മാറി. നമ്മളൊക്കെ എല്ലാ വീടുകളിലും റേഡിയോ ഇല്ല. റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്ന ഒരു കാലമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും അത് അറിയാമായിരിക്കാം. ഒരു വീട്ടിലൊരു റേഡിയോ വെക്കണമെങ്കിൽ അതിന് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു ലൈസൻസ് എടുക്കണം. അങ്ങനെ റേഡിയോ ഉള്ള വീടുകൾ വളരെ അപൂർവമാണ്. അത്യാവശ്യം സാമ്പത്തിക സൗകര്യമൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമാണ്. പിന്നീട് ഈ ട്രാൻസിസ്റ്ററൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് അതിലൊരു വിപ്ലവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊരു വായനശാലയുടെയോ ചായക്കടയുടെയോ മുന്നിലൂടെ പോകുമ്പോഴായിരിക്കും 1000 പാദസരങ്ങൾ കേൾക്കുന്നത്. ഒറ്റ കേൾവിയിൽ ഈ മുഴുവൻ വരികളും അതിൻ്റെ പശ്ചാത്തല സംഗീതവും അടക്കം നമ്മുടെ മനസ്സിൽ പതിയാണ്. നമ്മൾ പാടുമ്പോൾ 1000 പാദസരങ്ങൾ കിലുങ്ങി, ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, അത് കഴിഞ്ഞാലുള്ള അതിൻ്റെ സംഗീത ശകലം കൂടെ, ഓർക്കസ്ട്രേഷൻ കൂടെ നമ്മൾ വായ കൊണ്ട് പാടും. അപ്പോൾ അത്രയധികം നേരെ രക്തത്തിലേക്ക് പ്രവേശിക്കുന്ന പോപ്പ് സംഗീതം പോലെ മനുഷ്യൻ്റെ കാതിലൂടെ രക്തധമനികളിലേക്കും രക്താണുക്കളിലേക്കും പ്രവേശിക്കുകയും അത് തലച്ചോറിൽ പോയി ചിരപ്രതിഷ്ഠമാവുകയും ചെയ്യുന്ന സംഗീതമാണ്. അത്രയും മനുഷ്യനെ സ്വാധീനിക്കുന്ന മറ്റൊന്നും മലയാളത്തിലുണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ കഥകളിപ്പാട്ട് അടക്കമുള്ള, കഥകളി സംഗീതം അടക്കമുള്ള പലതും, അഷ്ടപതി അടക്കമുള്ള പലതും നമ്മൾ നമ്മുടേതായ സംസ്കാരത്തിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കേൾവിയിൽ നമ്മുടെ തലച്ചോറിൽ ചിരപ്രതിഷ്ഠ നേടുന്ന മറ്റൊന്ന് ചലച്ചിത്രഗാനം പോലെ ഉണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ നമ്മളത് സിനിമയുടെ ഭാഗമായി പോയതുകൊണ്ടും ചലച്ചിത്ര ഗാനമല്ലേ, പാട്ടെഴുത്തല്ലേ, കവിതയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ എഴുത്തി കാണാൻ ശ്രമിച്ചാലും നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ഭാവുകത്വത്തിലേക്കും ഒരു സംസ്കാരത്തിലേക്കും സാഹിത്യത്തിലേക്കും ഒക്കെ നമ്മളെ
ചേർത്ത് നിർത്തിയതിൽ ചലച്ചിത്രഗാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അത് വലിയ കവികളാകേണ്ടിയിരുന്ന, അല്ലെങ്കിൽ കവികൾ എന്ന നിലയ്ക്ക് ഇതിനേക്കാൾ വലിയ ശേഷിപ്പുകൾ ബാക്കി വെക്കേണ്ടിയിരുന്ന ആളുകൾ ഒന്ന് വഴിതിരിഞ്ഞ് മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു സമ്പന്നമായ ഒരു ഒരു പാട്ടിൻ്റെ ശാഖ. അത് മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും ഒക്കെ ആ കാലത്തെ വലിയ കവികൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഈ നമ്മുടെ സംഭാഷണ രൂപത്തിൽ ഇപ്പൊ ആലപ്പുഴയ്ക്ക് ബാലൻ പോലും മുതുകുളം രാഘവൻപിള്ള, ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുണ്ട്, കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുണ്ട്, അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മുഖ്യധാര ചലച്ചിത്രഗാന രചന എന്ന് പറയുന്നത് ആലപ്പുഴയ്ക്ക് തന്നെ പാരമ്പര്യമാണല്ലോ. ബാലൻ തുടങ്ങുന്നതും ബാലൻ തന്നെ മുതുകുളം രാഘവൻപിള്ള, അതിലെ ഡയലോഗുകൾ മുഴുവൻ സംഭാഷണം അല്ല ഈ പാട്ടുകളാണ്. ശരത്തേട്ടാ, ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന ചോദ്യം എന്ന് പറഞ്ഞത് രഞ്ജിയേട്ടൻ നേരത്തെ പറഞ്ഞത്, അത് പറയുമ്പോൾ ഉദയ സ്റ്റുഡിയോയും കൂടി പറയണം. ഉദയ പറയണം, നമുക്ക് അതിലേക്ക് എത്താം. അപ്പോൾ അതായത് ഇവര് തമ്മിൽ, അതായത് പാട്ടെഴുത്തുകാരും സംഗീത സംവിധായകരും തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ഒരുമിച്ച് ചേരുന്ന ഒരു കളക്റ്റീവായിട്ടുള്ളൊരു വലിയ കൂട്ടായ്മയാണ് നല്ല പാട്ടുകളും നല്ല സംഗീതമൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ പാട്ടുകളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഒരുപക്ഷെ ശരത്തേട്ടൻ ഇവിടെ ഇരുന്ന് എഴുതും, മ്യൂസിക് അയച്ചു തരും, അങ്ങനെയാണോ? അപ്പോൾ അത് ശരത്തേട്ടനാണത് പറയാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ഭാഷയിൽ നമുക്ക് എഴുതാൻ കഴിയാത്തതിന് ഒരു ആത്മസംഘർഷം ഉണ്ട് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ദാസേട്ടൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പണ്ട് ഒരു വോയിസ് ബൂത്തിൽ നിന്നായിരുന്നു ഗായകനും ഗായികയും പാടുന്നത്. അപ്പോൾ സുന്ദരിയായൊരു ഗായിക, ഞാൻ നന്നായിട്ട് പാടുന്ന പാട്ടുകാരൻ ചോദ്യോത്തരാണ്. അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ ചിന്നക്കിളി ശിങ്കാരക്കിളി ചൊല്ലുമോ എന്നെ നിനക്ക് ഇഷ്ടമാണോ? ഇത് ചോദിക്കുന്നത് ഈ സുന്ദരിയുടെ ഗായികയോടാണ് എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവും. അതിൻ്റെ രോളവും ചൂടും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ വരും. അപ്പം തിരിച്ചും അവൾ മറയുമ്പം ആ അടുപ്പത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എല്ലാം ഉണ്ടല്ലോ, അതിനകത്ത് മണമുണ്ട്, രുചിയുണ്ട്. ആ രുചിയൊക്കെ അന്ന് കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് കാലം പറയുമ്പോൾ ടെക്നോളജി വികസിച്ചപ്പോഴത്തേക്ക് ഒരു യുഗ്മഗാനം ദാസേട്ടൻ അമേരിക്കയിൽ ഇരുന്ന് പാടും, അതിൻ്റെ ഫീമെയിൽ പാട്ട് ചിലപ്പോൾ ചിത്ര ചേച്ചി മദ്രാസിലായിരുന്നു പാടും. അപ്പോൾ തീർച്ചയായിട്ടും ആ രണ്ടുപേരും ഒരുമിച്ച് ചേരുന്ന ഒരു പ്രകാശം എന്ന് പറയും. ഇപ്പം നമ്മൾ സൂര്യനെ കുറിച്ച് പറയും, 2 ഹൈഡ്രജൻ ആറ്റം ചേരുന്നതാണ് ഹീലിയം. 1.002 പ്ലസ് ഹൈഡ്രജൻ്റെ 1.002 ആണ്, അടുത്ത ഹൈഡ്രജൻ്റെ 1.002 ആണ്. പക്ഷെ ഉണ്ടാകുന്ന ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 പോയിട്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ 0.002 അടുത്തതിൻ്റെ 0.002 അവിടെ പോയി. അതാണ് വെളിച്ചമായിട്ട് വരുന്നത്. ആ ഫ്യൂഷൻ അവിടെ നടക്കുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ അടുത്തിരുന്ന് ഇവർ തമ്മിൽ മനസ്സൊരുക്കുമ്പോൾ അതിനൊരു പ്രകാശധാര വേറെയായിരിക്കും. അല്ലെങ്കിൽ കൃത്രിമ വെളിച്ചം വരും എന്നുള്ള സത്യമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വലിയ പോരായ്മ കൊണ്ട് കാര്യം പറഞ്ഞിട്ടില്ല. കച്ചവടത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. എങ്ങനെ പൈസ ലാഭിക്കാം. ഇപ്പം നമ്മളെ പാട്ട് എഴുതാൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുറിയെടുത്ത് തരണം, നമ്മുടെ ആഹാരം തരണം, വണ്ടിക്കൂലി തരണം. ഇത് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ശമ്പളം തരിക. അത്രയും പൈസ ഇല്ല. ലിറിസിസ്റ്റുകൾ ഈ നമ്മളെ ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഗായകൻ, അദ്ദേഹം ഇടയ്ക്ക് പറയുണ്ടായി. അതായത് അദ്ദേഹം പറയുന്നത് ലിറിക്സ് വേണ്ടെന്നാണ് പറഞ്ഞത്. പാട്ടിൽ ലിറിക്സ് വേണ്ട, അപ്പോൾ ആ മ്യൂസിക് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടമാവും എന്ന് ഈ ഇടയ്ക്ക് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂവിൽ. ശരിക്കും ലിറിസിസ്റ്റുകൾ ഇപ്പോൾ ലിറിസിസ്റ്റുകൾ ഉണ്ടോ എന്നത് തന്നെയാണ്. അല്ല, എനിക്ക് മറുപടി ഉണ്ട്. കാര്യം ജനിക്കുമ്പോഴേ ആദ്യമേ സംഗീതം ഉണ്ടായത് ശബ്ദമായിരുന്നു. അങ്ങനെയല്ലേ? നമ്മുടെ ഒരു കുഞ്ഞ് നമുക്കുണ്ടാകുകയാണ്. അതിൻ്റെ ആ കൊഞ്ചലിനും പല പല ശബ്ദങ്ങൾക്കും നമ്മൾ ആനന്ദം കൊള്ളൂല്ലേ, അല്ലെങ്കിൽ രോമാഞ്ചഭരിതരാകും. പക്ഷേ ഇത് മിണ്ടേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇത് മിണ്ടിയില്ലെങ്കിലോ, അക്ഷരം ചുണ്ടത്തെപ്പോൾ വരുന്നോ അപ്പോഴാണ് ആ സംഗീതത്തിൻ്റെ പ്രാധാന്യം കൂടുന്നത്. അല്ലേ? എനിക്ക് തോന്നുന്നത് തന്നെയാണ്. അക്ഷരത്തിൻ്റെ ഭാവം മനസ്സിലാക്കിയിട്ട് ഒരു സംഗീത സംവിധാനം അത് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടും അക്ഷരത്തിൻ്റെ നിലനിൽപ്പുണ്ടാക്കുന്നത്. അതുകൊണ്ടാണല്ലോ പഴയ പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിൻ്റെ അക്ഷരമൂല്യങ്ങൾ കൂടെ തന്നെയാണ്. വയലാറിൻ്റെ മാത്രമല്ല, എല്ലാ പേരും. ഇപ്പോൾ ഇന്ന് നമുക്ക് എഴുതാൻ പറ്റാത്തൊരു പാട്ട് ഒത്തിരി ഉണ്ട് വയലാറിൻ്റെ. ഈ ഒരു കാലത്ത് സത്യം ഒരു വഴിയേ, സ്വപ്നം ഒരു വഴിയേ, അവയെ കണ്ണും കെട്ടി നടത്തും കാലം മറ്റൊരു വഴിയേ. ഇപ്പം നടക്കുന്ന സംഭവമല്ലേ? അതാണ് നമുക്ക് വലിയ വ്യത്യാസമുണ്ട്. അത് പറയാൻ പറ്റിയിട്ട് കാര്യമില്ല. കാലത്തിൻ്റെ മാറ്റം അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ നിലനിൽക്കാൻ വേണ്ടി വേഷം കിട്ടുമ്പോഴാണ് അത് അബദ്ധമാകുന്നത്. അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ഇപ്പം പത്മതീർത്ഥമേ ഉണരൂ കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഭക്തിഗാനമായിട്ട് തോന്നുള്ളൂ. അഗ്നിരഥത്തിൽ ഉദിക്കുന്ന ഉഷസ്സിന് അർഘ്യം, പൂജയ്ക്കുള്ള ജലം കൊടുക്കൂ, ഗന്ധർവ സ്വരഗംഗി ഒഴുക്കൂ, ഗായത്രികൾ പാടൂ. ഒരു നല്ല ഗംഭീരമായിട്ട് ദേവരാമൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിനകത്ത് ഒരു വിപ്ലവം കടന്നു വരുന്നുണ്ട്. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. പ്രഭാതകിരണം നെറ്റിയിലണിയും പ്രാസാദങ്ങൾക്കുള്ളിൽ, ആദ്യത്തെ സൂര്യോദയത്തിൻ്റെ
പിന്നെ പൊട്ട് തൊടുന്ന ഗോപുരത്തിലായിരിക്കും, അല്ലെങ്കിൽ ശ്രീകോവിലായിരിക്കും. സൂര്യൻ ഉദിക്കുന്നതോടെ താഴോട്ട് വരും. അതിനുള്ളിൽ പ്രാസാദത്തിനുള്ളിൽ സഹസ്രനാമം കേട്ട് മയങ്ങും സാളഗ്രാമങ്ങൾ. അതെ, വിഷ്ണുശിലയാണ്, വിഷ്ണുശിലയുടെ പ്രതീകം. ആവർത്തന വിരസത കൊണ്ട് ആർക്കാണ് ആവർത്തന വിരസത പിന്നെ ബാധിക്കാത്തത്? ദൈവത്തിന് വരെ ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നും ഒരേ ശബ്ദം, ഒരേ മന്ത്രം, ഒരേ ഉച്ചാരണം, അത് കേട്ട് മയങ്ങിപ്പോയി, അതിൻ്റെ ചൈതന്യം നശിച്ചുപോയി. അവിടെ ആ സാളഗ്രാമത്തിൽ അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാൻ പുതിയൊരു പുരുഷാർത്ഥത്തിനെ പുരകളിൽ വെച്ച് വളർത്താൻ വേണ്ടിയാണ് മനസ്സാകുന്ന പത്മതീർത്ഥം ഉണരാൻ പറയുന്നത്. കാര്യം നമ്മുടെ പുരുഷാർത്ഥം ധർമാർത്ഥം കാമം മോക്ഷമാണ്. ഇത് ഒന്നുമില്ല. കാര്യം ധർമ്മമായി, അർത്ഥം അനർത്ഥമായി, കാമം പീഡനമായി, പിന്നെ ഇവിടെ മോക്ഷം. അപ്പം അത് നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കുക, ഇല്ലെങ്കിൽ പുതിയൊരു പുരുഷാർത്ഥത്തിനെ കണ്ടുപിടിച്ച് അതിന് യാഗപ്പുര പുതിയ വെച്ച് വളർത്തുക. അതിനായിട്ട് മനസ്സാകുന്ന പത്മതീർത്ഥത്തിന് ഇതിനകത്തൊരു ഭക്തിഗാനം, ഒരു വിപ്ലവഗാനമായി മാറുന്നൊരു മാറ്റമുണ്ട്. സത്യാന്വേഷണം ഉണ്ട്, സത്യാന്വേഷണം ഉണ്ട്, ഉറപ്പായിട്ടുണ്ടല്ലോ. അത് അങ്ങനെയാണ് അതിൻ്റെ. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പം ഓരോരുത്തരും ഓരോ രീതി പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വയലാർ അത് കുറച്ചുകൂടെ അദ്ദേഹത്തിന് കിട്ടിയ സിനിമാ ഗാനത്തിൻ്റെ സന്ദർഭത്തിലേക്ക് ലോകത്തിൻ്റെ മനസ്സും കൂടെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. ശരത്തേട്ട, ഒരു പുസ്തകത്തിൽ വായിച്ചൊരു ഓർമ്മയാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും. ഈ വയലാർ ജനാധിപത്യം എന്ന പേരിൽ ഒരു മാഗസിൻ അതോ വാരിക നടത്തിയിരുന്നോ? അത് നടത്തിയിരുന്നു, ഞാനും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് വാരികയായിരുന്നു, മാസികയായിരുന്നു. പഴയ ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയാൻ സാധിക്കും. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപർ സ്ഥാനമൊക്കെ ആയിട്ട് അതെങ്ങനെ നിന്നുപോയി എന്നറിയില്ല. അതിൻ്റെ അകത്ത് EMS അങ്ങനെ ഒരുപാട് ആൾക്കാർ പേര് മാറ്റി എഴുതുമായിരുന്നു. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ അച്ഛനൊരു മാസികയുണ്ട്, കല. അതിലും വയലാർ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? കല എന്ന് പറയുന്നൊരു മാസിക. ഇതൊക്കെ ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ്, ഇവരെയൊക്കെ രൂപപ്പെടുത്തിയ കാലഘട്ടത്തിലാണ്. എൻ്റെ അച്ഛൻ അന്ന് ആലപ്പുഴ ST കോളേജിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ് കല എന്ന് പറയുന്നൊരു മാസിക. വയലാർ അതിൽ എഴുതിയിട്ടുണ്ട്, പൊൻകുന്നം ദാമോദരൻ എഴുതിയിട്ടുണ്ട്. കൊല്ലത്ത് SN കോളേജിൽ ONV കൊല്ലത്തെ ഏജൻ്റായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ വാട്സാപ്പും മൊബൈൽ ഫോണും, ആലപ്പുഴയിൽ നിന്ന് ചേർത്തലേക്ക് ഒരു കോൾ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് 1 മണിക്കൂർ ഇരിക്കേണ്ട കാലത്ത് ഇവരൊക്കെ തമ്മിൽ വലിയ സമ്പർക്കങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും വയലാറുമൊക്കെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരിക്കൽ ആലപ്പുഴ പോട്ട് ജെട്ടിയിലെ ബുക്ക് സ്റ്റാളിൽ സംഗമിക്കുമായിരുന്നു. കാരണം ഇവരെല്ലാം ഒരേ, കലയൊക്കെ ഭയങ്കര വിപ്ലവ മാസികയാണ്. നാളെ വിപ്ലവം വരും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി അതിന് സ്വയം ബുദ്ധിപരമായും ഭൗതികമായും ഒക്കെ സമർപ്പിച്ച ഒരു വലിയ നിര ആ കാലത്തെ യുവാക്കളിലുണ്ടായിരുന്നു. പിന്നീട് ഒരുപക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതിൻ്റെ പിന്നീടുണ്ടായ ഗതിമാറ്റങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പിന്നീട് സംഭവിച്ച പ്രത്യയശാസ്ത്രപരമായ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഡിസില്യൂഷൻമെൻറ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിളർപ്പ്, ഇതൊക്കെയാണ് പിന്നീട് ഒരുപക്ഷെ ഇവരെയൊക്കെ ബാധിക്കുകയും പലരും ഇതിൽ നിന്നൊരു ഉടവാൾ വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന് പറയുന്നത് വാക്ക് പടവാളാക്കിയ ആളുകൾക്ക് അതിലെ ഏത് തരം ഡിസില്യൂഷൻമെൻറ്റ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് പൊൻവീണയാക്കി മാറ്റാൻ. അപ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടോ, ഞാൻ എൻ്റെ വാൽമീകത്തിൽ ധ്യാനലീനായിരുന്നത് മൗനമായി മാറാനല്ല എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ NV പറഞ്ഞ പോലെയുള്ള സംഘർഷമാണ്. ഇതിലാണോ അവിടെയാണോ എന്ന് തിരിച്ചറിയാൻ ഇവരൊക്കെ വളരെ ചെറിയ പ്രായത്തിലാണ്. നമ്മളിപ്പോൾ അവരെ കാണുന്ന പ്രായത്തിലല്ല, 10ഉം 20ഉം വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇവരിതിലേക്ക് എടുത്ത് ചാടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ പ്രായത്തിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആത്മസംഘർഷങ്ങൾ ഇവരൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. അത് ശരി. ഇത് രണ്ട് തരം ഇത് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. ഇപ്പം വയലാറിനെ സംബന്ധിച്ച് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അത് പല കാരണങ്ങളുണ്ട്. അത് നമുക്കരുത് ആർക്കും അങ്ങനെ ഇതിനകത്ത് ഒരാൾ പറഞ്ഞ സർവ്വസ്വീകാര്യത നല്ലതല്ല. അല്ല. എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളാവുക എന്ന് പറഞ്ഞാൽ അതൊരു ശരികേടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയാൻ കാര്യം ചില ഒരാൾ, നിങ്ങൾ ഏത് ചേരിയിൽ നിൽക്കുന്നു, നിങ്ങൾ മനുഷ്യരാശിയുടെ സഞ്ചാരത്തിൽ മുന്നോട്ടുള്ള യാത്രയിലാണോ, അതിനെ ഒരു പ്രത്യേക സ്ഥലത്ത് കുറ്റിയടിച്ച് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണോ, അതിനെ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്കും കുറ്റിയടിച്ച് നിർത്തുന്നവർക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകളോട് യോജിക്കാൻ പറ്റില്ല. അവർ നിങ്ങളെ ശത്രുവായിട്ട് കാണും. പ്രത്യേകിച്ച് വയലാർ വന്ന ഒരു ഫ്യൂഡൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈശ്വര വിശ്വാസത്തെയും ഫ്യൂഡൽ പാരമ്പര്യത്തെയും ജന്മിത്വത്തെയും ഭഗവാനെയും ഈശ്വരനെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട്, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം സ്വാംശീകരിച്ച വേറൊരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നതാണ്. ശാസ്ത്രവുമായി ഇതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ വലിയ കാര്യമാണ്.
ഒരാൾ പ്രസംഗിക്കാൻ കേട്ടതാണ് വയലാറിനെ കുറിച്ച്. വയലാർ ചിലർക്ക് ഒരു ബലി കുടീരം മാത്രമാണ്, മറ്റു ചിലർക്ക് സ്മരണകൾ ഇരുമ്പുന്ന രണസ്മാരകവുമാണ്. അത് നമുക്കതേ പറയാനുള്ളൂ. അതെ, അത് എനിക്ക് വല്ലാണ്ട് തന്നെ സ്വാധീനിച്ചൊരു വാചകമാണ്. പ്രപഞ്ചത്തിൻ്റെ അങ്ങേ ചക്രവാളത്തിലിരുന്ന് ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കാൻ, അതായത് നേരത്തെ പറഞ്ഞ പോലെ മാറ്റം ഉണ്ടാക്കാൻ ആണ് എപ്പോഴും ശ്രമിക്കുക. വയലാറിനെ കുറിച്ചൊരു പാട്ട് കേട്ടിട്ടുണ്ടോ അല്ലേ? ഏഴാശ്ശേരി എഴുതിയൊരു പാട്ട് പിന്നെ കേട്ടിട്ടില്ലേ? ഗംഭീരമായൊരു പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വയലാറിൻ്റെ എല്ലാ സംഭാവനകളും വയലാർ എന്ന് പറയുന്ന വ്യക്തിയും ഒക്കെ അതിൻ്റെ അകത്ത്. ഏഴാശ്ശേരി ആ കാലത്ത് ആലപ്പുഴയിൽ ദേശാഭിമാനി ലേഖകനായിരുന്ന കാലത്ത് ഈ പുന്നപ്ര വയലാർ ഗാനങ്ങളുടെ ആ കാലത്തുണ്ടാകുന്ന അതൊരു പ്രത്യേക കാലഘട്ടമായിരുന്നു. ഇത് ഈ കരിമണ്ണിൻ്റെ അന്തരാത്മാവിലെ ഈറൻ മുളങ്കാട്ടിൽ നിന്നും കാട്ടുമുളം തണ്ടൊടിച്ചു നീ പാടിയ പാട്ടുകൾ ഞങ്ങളിൽ പൂത്തു, നീ കൂടിയില്ലായിരുന്നെങ്കിൽ മറ്റെങ്ങ് നീ ഇവിടെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞു. കുശലം പറഞ്ഞും കുലുങ്ങിച്ചിരിച്ചും ഈ ബലികുടീരത്തിനു ചുറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വയലാറിനെ നമുക്ക് അതിലിങ്ങനെ കാണാം. വയലാറിനെ കുറിച്ചൊരു പാട്ട് എന്ന് പറയുന്നത് കവിതകളുണ്ടായി കാണും. വയലാർ തന്നെ ഒരുപാട് ഈ പലരെയും അനുസ്മരിച്ച് പാട്ടുകൾ. കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി മാൻ വന്ന തുലാവർഷ മേഘമേ കമ്ര പി കെ വിക്രമൻ നായരെ കുറിച്ച് എഴുതിയാണ്. കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കണ്ടുപോ നീ എൻ്റെ രാജഹംസത്തിനെ. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ സാങ്കേതികതയുടെ വളർച്ചയെ നമുക്ക് ഒരു കാരണവശാലും പ്രതിരോധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് ഒരു കോൾ ആലപ്പുഴയ്ക്ക് വിളിക്കണമെങ്കിൽ ട്രങ്ക് ബുക്ക് ചെയ്യണമായിരുന്ന കാലം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയല്ല. ഞാൻ പറയുന്നത് 90s വരെയാണ്. അതിനുശേഷം ലോകത്തുണ്ടായ സാങ്കേതികമായ വിപ്ലവകരമായ മാറ്റങ്ങൾ. നിങ്ങൾക്കൊരു കവിത, ഒരു പാട്ട് എഴുതിയാൽ വാട്സാപ്പിൽ അടുത്ത നിമിഷം അത് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം മനുഷ്യർക്കിടയിലുള്ള സമയം, ദൂരം, ജോഗ്രഫിക്കലായിട്ടുള്ള എല്ലാ വേർതിരിവുകളും ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിരാകരിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളിവിടെ ഇരുന്നു കൊണ്ട്, ഇപ്പോൾ ഞാനിവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് ലൈവാണെങ്കിൽ ലോകത്തിൻ്റെ എവിടെയും കേൾക്കാം. അപ്പോൾ ആ മാറ്റത്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. പാട്ടെഴുതുന്നയാൾ അയാൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് പാട്ടെഴുതുകയും സംവിധായകൻ വീട്ടിലിരുന്നു കൊണ്ട് ഷോട്ട് എടുക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. AI വരാൻ പോകുന്നു. AI വന്നു കഴിഞ്ഞു. ഇനി എവിടെ വരാൻ, എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്കതിനെ പ്രതിരോധിക്കാനൊന്നും പറ്റില്ല. നമ്മൾ വയലാറിൻ്റെ പാട്ടുകളും അതിനു മുൻപുള്ള പാട്ടുകളും മഹാന്മാരായ ഏറ്റവും പ്രതിഭാശാലികളായിട്ടുള്ള സംഗീതകാരന്മാരുടെ വാഗ്ഗേയകാരന്മാരെയൊക്കെ ഇപ്പോൾ കേൾക്കുന്നത് ഈ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായതുകൊണ്ടാണ്. അതിനു മുൻപ് എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകൾ പാടി, പറഞ്ഞ്, അഭിനയിച്ച്, എഴുതിയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. പ്രിൻ്റില്ലായിരുന്നെങ്കിൽ പണ്ടുകാലത്ത് രമണനൊക്കെ ആളുകൾ കൈയെഴുത്ത് കോപ്പികളാണ് എടുത്തുകൊണ്ട് പോകുന്നത്. എഴുത്തച്ഛൻ്റെ രാമായണം എല്ലാ കർക്കിടക മാസവും വായിക്കട്ടെ എന്ന് ഉത്തരവിടുന്നത് ചെമ്പകശ്ശേരി രാജാവാണ്. അപ്പോൾ ആളുകളിത് പകർത്തി വീടുകളിൽ വെച്ച് വായിക്കാൻ തുടങ്ങി. അക്ഷരം ഇല്ലാതാവുന്നു എന്ന് പറയുന്നതിനെ കൂടെ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കണം. നമ്മൾ പനയോലയിൽ എഴുതിയ കാലമുണ്ട്. അച്ചടി ഉണ്ടായതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളിന്ന് കാണുന്ന എല്ലാ ഇതിഹാസങ്ങളും നിങ്ങളുടെ ബുക്ക് ഷെൽഫിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് വായിക്കാൻ പറ്റുന്നു. റെക്കോർഡിംഗ് ഉണ്ടായതുകൊണ്ടാണ് വയലാറിൻ്റെയും പി ഭാസ്കരൻ്റെയും അതിനു മുൻപുള്ള തിരുനയനാർ കുറിച്ചിയുടെയും അഭയദേവിൻ്റെയും ഒക്കെ പാട്ടുകൾ. അപ്പോൾ അതല്ലേ ഏറ്റവും വലിയ ഒരു വിപ്ലവം. തീർച്ചയായും ശബ്ദം ആലേഖനം ചെയ്ത് വയ്ക്കുകയും അത് വരും തലമുറകൾക്ക് പഴയ HMVയുടെയൊക്കെ റെക്കോർഡുകൾ ഇന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നു. എത്രയോ വലിയ സംഗീതകാരന്മാരെ നമ്മൾ കേൾക്കുന്നു, മരിച്ചുപോയവർ. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നതിനെ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് കാണാൻ പറ്റില്ല. അതൊരു കുത്തൊഴുക്കാണ്. അതിൽ നമ്മൾ പറയുന്ന പല മൂല്യങ്ങളും ഒലിച്ചു പോയെന്നിരിക്കും. പക്ഷേ ഒലിച്ചു പോകാവുന്നതേ ഒലിച്ചു പോവുള്ളൂ, അല്ലാത്തതിന് സ്ഥായി ഉണ്ടാവും. മനുഷ്യൻ എന്ന് പറയുന്ന ശരത്ത് പറഞ്ഞ പോലെ രണ്ട് മനുഷ്യർ, രണ്ട് റെക്കോർഡിംഗ്, രണ്ട് വോയിസ് റൂമിൽ നിന്ന് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു ടെക്നോളജിക്കും പറ്റുകയില്ല. ഇപ്പോൾ യേശുദാസിനെ കൊണ്ട് ദേവരാജൻ മാഷ് പാടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദേവരാജൻ മാഷ് ഒരുപാട് കാലത്തിന് ശേഷം നീ എത്ര ധന്യ എന്ന് പറയുന്ന സിനിമയിൽ ONVയും ദേവരാജനും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം, ഒരു കലഹത്തിന് ശേഷം ഒരുമിക്കുകയാണ്. അപ്പോൾ അത് പാടാൻ തരങ്കിണിയിൽ യേശുദാസ് വന്നപ്പോൾ യേശുദാസ് ശീലിച്ചു പോകുന്ന പുതിയ സമ്പ്രദായം വെച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, മാഷേ
ട്രാക്കില്ല, നീ ഓർക്കസ്ട്രയുടെ കൂടെ പാട്. അപ്പോൾ പറഞ്ഞു എൻ്റെ ശബ്ദം പാടുമ്പോൾ ശരിയായിക്കോളും. അത് മനോഹരമായ ഗാനങ്ങളായിട്ട് മാറി. അപ്പോൾ ട്രാക്ക് എന്ന് പറയുന്ന ഒരു പുതിയ സാങ്കേതികമാണ്. യേശുദാസിന് വന്ന് രാവിലെ മുതൽ സംഗീത സംവിധായകനിൽ നിന്ന് പാട്ട് പഠിച്ച്, സംവിധായകനിൽ നിന്നോ തിരക്കഥാകൃത്തിൽ നിന്നോ കഥാസന്ദർഭം കേട്ട് മനസ്സിലാക്കി ഓർക്കസ്ട്രയുടെ കൂടെ പാടി, പകരം ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളൊരു ട്രാക്ക് കേട്ടിട്ട് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കി പാടാം. അതൊരു പുതിയ സംവിധാനമായിരുന്നു, ട്രാക്ക് പാടുക, ആരെങ്കിലും ഒരാൾ പാടിയത് കേട്ടിട്ട്. അപ്പോൾ അത്രയും അധ്വാനം ഒഴിവാകും. പക്ഷേ ദേവരാജ് മാഷ് പറഞ്ഞല്ല, അങ്ങനെ പാടും. അപ്പോൾ യേശുദാസിന് അദ്ദേഹം ഒരു കാലം വീണ്ടെടുക്കുകയാണ്. അദ്ദേഹം ദേവരാജ് മാഷ് എന്ന് പറയുന്ന വലിയ ഗുരുവിനെ, സംഗീത ഗുരുവിനെ അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി അനുസരിച്ച് ആ ഓർക്കസ്ട്രയുടെ കൂടെ പാടിയിട്ടാണ് നീത്രധന്യയിലെ പാട്ട് പാടുന്നത്. അപ്പം മനുഷ്യർ തമ്മിലുള്ള ഒരു വിനിമയവും അതിൻ്റെ ഒരു രാസപ്രക്രിയയും ഒരു സാങ്കേതികതയ്ക്കും ഒന്നിനും നിരാകരിക്കാൻ പറ്റില്ല. രണ്ട് മനുഷ്യർ ചേരുമ്പോഴാണ് മൂന്നാമതൊരു ജീവനുണ്ട്. വളരെ സത്യമാണ്. അതിനൊരു അതായത് രണ്ട് മനുഷ്യർ ചേരുമ്പോൾ പുതിയൊരു ജീവൻ ഉണ്ടാവുന്നതിനെ സാങ്കേതികതയ്ക്ക് എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റും? ഉണ്ടാവില്ല. ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് പുതിയൊരു ജീവിതം ഉണ്ടാവുന്നതിന് പകരം നിങ്ങൾക്ക് AI കൊണ്ടൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റും. അതാണ് അതിനോട് ചോദിച്ചാണ് ഞാനൊരു മറുപടി തുടക്കിയിട്ട് തന്നു. നന്നായി. അവർ ഒന്നായിരുന്നപ്പോഴാണ് ഞാനുണ്ടായത്. അവർ രണ്ടായപ്പോൾ അച്ഛൻ്റെ ബീജത്തിൻ്റെ കൂടെ നിൽക്കണോ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ നിൽക്കണോ? ഇതൊരു വലിയ പിന്നെ വയലാറിൻ്റെ വിപ്ലവ ഗാനത്തെക്കുറിച്ച് പറയുമ്പം പിന്നെ യൂസഫ് അലിയുടെ ഒരു 4 വരിയെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല. ദൈവം മനുഷ്യനായി പിറന്നാൽ ജീവിതമനുഭവിച്ചറിഞ്ഞാൽ തിരിച്ചു പോകും മുമ്പേ ദൈവം പറയും മനുഷ്യ നീയാണെൻ്റെ ദൈവം. അതൊരു വലിയ വിപ്ലവമല്ലേ? അല്ലെങ്കിൽ മനുഷ്യനാണല്ലോ ഇതെല്ലാം സൃഷ്ടിച്ചതും. അത് ഇതിൻ്റെ കൂടെ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താം. അദ്ദേഹം പറഞ്ഞൊരു വലിയ കാര്യം, നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ വളർച്ചയുടെ കാര്യം എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു പിന്നെ സാങ്കേതികമായി. പക്ഷേ പ്രണയത്തിൻ്റെ മന്ത്രം നഷ്ടപ്പെടുത്തിയിട്ട് സാങ്കേതികയുടെ യന്ത്രത്തിലേക്ക് പോകുന്ന ഒരു കാലത്തിലാണ് നിൽക്കുന്നത്. അവിടെ നഷ്ടപ്പെടുന്നത് പ്രണയമാണ്. ആ പ്രണയം ഇല്ലാണ്ടാകുമ്പോഴാണ്. അച്ഛൻ്റെ ഒരു പാട്ട് തന്നെയുണ്ട്, ഇതിപ്പം സംഭവിക്കാൻ പോകുന്നൊരു സംഭവിക്കാതിരിക്കട്ടെ. ഗഗനമേ ഗഗനമേ ഗഗനമാം ഏകാന്തതേ. ഗഗനം ആകാശമാണ്. ഏകാന്തതയിലെ പേരറിയാത്തൊരു മൂക നക്ഷത്രമേ പേടി, ഭൂമിക്ക് നിന്നെ കണ്ടിട്ട് പേടി. ആസ്ട്രോയിഡാണ്. നാസയാണെങ്കിൽ ദിവസവും ഇങ്ങനെ ഗൂഗിളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരുത്ത മണ്ണുണ്ട്, എപ്പോൾ എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു ഭയമാണ്. ഇവനൊരു ഒറ്റയാനാന്ന് പറയുന്നത്. ഒരു ഭ്രമണപഥം ഇല്ലാത്തൊരു വിദ്വാനാണല്ലോ. ഭ്രമണപഥം ഇല്ലാത്ത ഒറ്റയാനെ പോലെ ഇവനിങ്ങനെ നടക്കുക, എങ്ങോട്ട് വേണമെങ്കിൽ ചരിച്ചു പോകും, എവിടെയും പോയി ആരെയും ഇടിക്കാൻ. അവനോടൊരു ഉപദേശം കൊടുക്കുകയാണ്. ശാസ്ത്രം അവനൊരു മറുമരുന്ന് കണ്ടിട്ടുണ്ട്, ഇവിടുന്ന് റോക്കറ്റ്സിനെ വിട്ട് അവനെ ഛിന്ന ഭിന്നമാക്കുക. പക്ഷെ വയലാർ അവിടെയും കൊണ്ടൊരു മന്ത്രം പ്രണയമാണ്. സൗരയൂഥത്തിൻ്റെ മാനസപുത്രിയാം ഭൂമിദേവിയെ പോലെ തപസ്സിരിക്കൂ, നീ തപസ്സിരിക്കൂ. കാലത്തിൻ കയ്യിൽ നിന്നൊരു പെൺപൂവിനെ, കാലത്തിൻ കയ്യിൽ നിന്ന് ഒരു പെൺപൂവിനെ കൈനീട്ടി വാങ്ങിക്കൂ. ശൂന്യമാം നിൻ്റെ ഏകാന്തതയെ പ്രേമസുരഭിലമാക്കൂ. ഇന്നിപ്പോൾ ഒറ്റപ്പെടലിൻ്റെ ദുരിതത്തിലെല്ലാവരും ഛിന്നഗ്രഹങ്ങളാണ് എല്ലാവരും അല്ലേ? അവനും അവൻ്റെ സാങ്കേതിക യന്ത്രവും മാത്രമേ ഉള്ളൂ. ഇവനിൽ പ്രണയമില്ല. ആ പ്രണയം നഷ്ടപ്പെടരുത് എന്ന് വയലാർ പറഞ്ഞത് ഒരു മകൻ ഏറ്റു പറയാനുള്ളൊരു അവകാശം ഉണ്ടെന്നുള്ള രീതിയെ പറയും. സെൽഫികളായിപ്പോയി നമ്മൾ. സെൽഫി ഉള്ളതുകൊണ്ട് ചിത്രങ്ങൾ ബാക്കിയുണ്ട്. ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന എത്രയോ മുഹൂർത്തങ്ങൾ ഓരോ ഫോണിലും ഉണ്ടാവും. നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരുടെ ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ എത്ര പാടാണ്. നമ്മൾ അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന എത്ര ഫോട്ടോ ഉണ്ട്. ഒരുപക്ഷെ വയലാറൊക്കെ ഒരു വലിയ സെലിബ്രിറ്റി ആയിരുന്നത് കൊണ്ട് ആ കാലത്തൊക്കെ വയലാർ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പ്രഖ്യാതമായ ഒരു ചിത്രമുണ്ട്. ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ മഹാകാവ്യമാണ് ഒരൊറ്റ ഫ്രെയിമിൽ ഒപ്പിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കേട്ടോ, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു ധാരണ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് എന്താണെന്നറിയാൻ വയ്യാത്ത കാലത്ത് അമ്മായിയമ്മ മരുമകൾ പോരുണ്ടാകുന്നതിൻ്റെ ഒരു പൊരുൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അമ്മ മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വളരെ വലുതാണല്ലോ അല്ലേ? അത് അവൻ മറ്റൊരു പെണ്ണിലേക്ക് അവൻ സമർപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന 50% അല്ലെങ്കിൽ 75% സ്നേഹം ഇല്ലാണ്ടാകുകയാണ്. പക്ഷെ ഒരു അമ്മയ്ക്ക് ഒരിക്കലും മകനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിന് പകരം അമ്മായിയമ്മയായി മാറും എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ 3 പേരും ആണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നത് ഇരിക്കുന്ന സദസ്സിൽ ഒരുപാട് പേർ
ഒരുപക്ഷെ ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുള്ള ചോദ്യങ്ങളുണ്ടാവും. ചോദ്യങ്ങൾ ചോദിക്കപ്പെടേണ്ടതാണ്. വയലാർ സിനിമാ ലോകത്തെത്തുന്ന മുമ്പ് സിനിമാ ഗാനങ്ങളും അതുപോലെ കവിതയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടായിരുന്നു. പക്ഷേ വയലാർ സിനിമാ ലോകത്തെത്തിയോടുകൂടി ആ അന്തരം പൊളിച്ചു മാറ്റപ്പെട്ട് ഇത്രയ്ക്കും സർഗാത്മകമായ സംഗീതം പോലെ എല്ലാവരെയും സ്വാധീനിക്കുന്ന ഹൃദയാകർഷിക്കുന്ന ഒരു ഗാനശാഖ സിനിമയ്ക്ക് രൂപപ്പെടാൻ സാധിച്ചത് വയലാറിൻ്റെ രംഗപ്രവേശനമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നു കൂടിയാണ്. ഈ വയലാർ എന്ന് പറഞ്ഞ ആ മഹാപ്രതിഭേന അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരുപാട് ആളുകൾ ആലപ്പുഴ ജില്ല ഉണ്ടായിരുന്നു. വയലാർ എന്ന മഹാപ്രതിഭ സിനിമാ ലോകത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ വളരെ സങ്കോചിച്ചു പോകുമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമാ ലോകത്തെത്തിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ ലോകത്തിന് മുഴുവനും സംഭാവന കിട്ടിയത്. ഇന്ന് വയലാറിനെ മുമ്പോട്ട് വെക്കാൻ ജനം ഒരുമിച്ച് തയ്യാറാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആ പ്രതിഭ സമൂഹ മധ്യത്തിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ. സിനിമയില്ലെങ്കിലും വയലാർ തന്നെയായിരുന്നു. കാരണം മലയാളത്തിലെ എണ്ണം പറഞ്ഞ കവികളിൽ ഒരാളായിട്ട് ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ അറിയുന്നത് വളരെ ജനകീയ കലയായ സിനിമയിലൂടെയും അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ആ കാലങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഒരു ശാഖയിൽ എഴുതുകയും ചെയ്തുകൊണ്ട് വയലാർ വളരെ ജനകീയനായി. പക്ഷേ വയലാർ എന്ന് പറയുന്ന കാവ്യ വ്യക്തിത്വത്തെ അത് സിനിമ ഉണ്ടാക്കിയതല്ല. സിനിമയ്ക്ക് വയലാറിൽ നിന്ന് കിട്ടി, വയലാറിന് സിനിമയിൽ നിന്നും കിട്ടി. പക്ഷേ വയലാർ സിനിമാ പാട്ട് എഴുതിയില്ലായിരുന്നെങ്കിലും വയലാർ എന്ന് പറയുന്ന ഒരു കവിയെ മലയാളം ഓർമ്മിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. മറ്റ് ആ കാലങ്ങളിലുണ്ടായ കവികളെ പോലെ ഒരുപക്ഷെ വൈലോപ്പിള്ളിയെ പോലെ എടശ്ശേരിയെ പോലെ ഒക്കെ പിൽക്കാലങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു കവിയായി തന്നെ വയലാർ നമുക്കിടയിൽ ജീവിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് നമ്മൾ പറയുമ്പോൾ വയലാർ എഴുതിയിട്ടുള്ള ഒട്ടുമിക്ക പാട്ടുകളും കവിതകൾ തന്നെയാണ്, ചിട്ടപ്പെടുത്തിയ കവിതകളാണ്, വൃത്തത്തിൽ എഴുതിയ കവിതകളാണ്. അത് കേകയാണോ കാകളിയാണോ നിരണവൃത്തമാണോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. വയലാർ എഴുതിയതെല്ലാം താളനിബദ്ധമായ വരികൾ തന്നെയാണ്. അതിലൂടെ മഹത്തായ ആശയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ ഈ സന്ദർഭവുമായിട്ട് ചേർന്ന് നിൽക്കുമോ എന്നൊക്കെ നമുക്ക് സന്ദേഹം തോന്നുന്ന ചില കാര്യം. ഇപ്പോൾ മാനസമൈനേ വരൂ എന്ന് പാടുന്നത് വരികുട്ടിയാണ്. വരികുട്ടി വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല, മന്നാടയുടെ ശബ്ദത്തിലാണ് പാടുന്നത്. എനിക്കൊന്ന് ആ പാട്ടാണ് ആദ്യമായിട്ട് ട്യൂൺ ഇട്ടിട്ട് വയലാർ എഴുതിയത് തോന്നുമോ? ഇന്നും എത്ര വർഷമാണ്? 65-ലാണ്. അത് ഡയറിയിലുണ്ടത്. 65-ലാണ് ചെമ്മീൻ റിലീസാവുന്നതാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കാണുന്ന സിനിമ. അതിന് മുമ്പ് സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പാട്ടിന് ഇത്രയധികം കാലം ഇന്നും കേട്ടാൽ ഏറ്റവും മനോഹരമായ ഒരു റൊമാൻറ്റിക് പാട്ടാണ് അല്ലേ? അപ്പോൾ അതൊക്കെ എഴുതി വെച്ച ഒരാളിനെ സിനിമയില്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ സർഗപ്രതിഭയും അദ്ദേഹത്തിൻ്റെ കാവ്യ യശസ്സുമൊക്കെ തീർച്ചയായിട്ടും പുറത്തു വരികയും നിലനിന്ന് പോരുകയും ഒക്കെ ചെയ്യുന്നത്. വയലാറും പി ഭാസ്കരനും ഒക്കെ. ONV ഒരുപക്ഷെ കവി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പിന്നെയും അതേ വഴിയിലൂടെ സഞ്ചരിച്ചു. പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ONV ജീവിച്ചിടത്തോളം കാലം വയലാർ ജീവിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ സമാനമായ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം കവിതയിലും തീർച്ചയായിട്ടും ഉണ്ടാക്കും. ONVയെ നമ്മൾ ആദ്യം കവിയായിട്ടും രണ്ടാമത് ഗാനരചയിതാവുമായിട്ടാണ് കാണുന്നത്. പി ഭാസ്കരനെയും വയലാറിനെയുമാണ്. പി ഭാസ്കരൻ ആ കാലത്ത് ഗംഭീരമായ കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്, എത്ര മനോഹരങ്ങളായ കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷേ പി ഭാസ്കരനുമൊക്കെ പാട്ടെഴുതിയില്ലെങ്കിലും കവികളായി അവരുടെ മഹത്തായ സാഹിത്യ സംഭാവനകൾ കൊണ്ട് നമ്മുടെ ഓർമ്മകളിൽ ചിരസ്മരണീയരായിരിക്കും എന്നതിന് തർക്കമൊന്നുമില്ല. അതിനകത്ത് ഒരു കൂട്ടിച്ചേർക്കലോട് ഞാൻ നടത്തിക്കോട്ടെ. ഇപ്പോൾ വയലാർ എന്നുള്ള കവി തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ഒരു സ്മാരകം ഉണ്ടാകുന്നതും മക്കളായ ഞങ്ങൾ 4 പേരും ഇരിക്കുന്നതും ഒരു വയലാർ ഒരു കവി മാത്രമായിരുന്നെങ്കിൽ ഇത് കിട്ടില്ലെന്ന് എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു വലിയ ചർച്ചയിൽ മലയാളത്തിലെ വയലാറിനേക്കാളൊക്കെ എത്രയോ വലിയ മഹാകവികൾ, പി കുഞ്ഞിരാമൻ നായരുടെ മകൻ, വള്ളത്തോളിൻ്റെ ബന്ധു, എല്ലാവരും ഉണ്ടായിരിക്കുന്ന സദസ്സിൽ എല്ലാവരെയും പരിചയപ്പെടുത്തുമ്പം വളരെ വിനയാന്വിതരായിട്ട് അവരെഴുന്നേറ്റ് ആ കവിത്വത്തെ അല്ലെങ്കിൽ അവരുടെ പിതാവിനെ അല്ലെങ്കിൽ ബന്ധുവിനെ സന്തോഷത്തോടെ തൊഴുമ്പോൾ ഇത് വയലാറിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ എന്നെ തൊഴുന്നതിന് വരെ എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. അപ്പോൾ വയലാറിനേക്കാൾ എത്രയോ വലിയ കവികളുണ്ടായിരുന്നു. പക്ഷെ അവരോട് കാണിക്കുന്ന ബഹുമാനം കൂടുതൽ ഒരു അടുപ്പവും കെട്ടിപ്പിടുത്തവും വയലാറിൻ്റെ മകന് കിട്ടി.
അതൊരു പക്ഷേ കവിതകളെക്കാൾ ജനകീയമാണ് ചലച്ചിത്രം. അതല്ലേ മലയാളത്തിന്റെ അതിനെ ഹൃദയത്തിലാണ് വയലാർ. ജനകീയമാക്കിയതിൽ ഇവർക്കൊക്കെ ഇവരുടെ പങ്കാണ് ഏറ്റവും വലുത്. ഇവർക്ക് വലിയ പങ്കുണ്ടെന്നല്ല, ഇവരുടെ പങ്കാണ് ഏറ്റവും വലുത്. അതൊരു ജനകീയ സംഗീതമാക്കുകയും മലയാളിയുടെ തനത് സംഗീതം എന്ന് ചലച്ചിത്ര ഗാനത്തെ വിളിക്കേണ്ടി വരുന്നത് അതുകൊണ്ട്. അതേപോലെ വളരെ അഭിമാനത്തോടെ പറയാം, മറ്റൊരു കലാകാരന് സമൂഹം ഇത്രയധികം സ്നേഹവും വാത്സല്യവും കോരി കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ തുലാമ്പത്തിനും കൂടെ വരുമായിരുന്നു. പിന്നീട് ഞാൻ ജേർണലിസ്റ്റായ കാലത്ത് വന്നിട്ടുണ്ട് അമ്മയെ കാണാൻ, വയലാറിൻ്റെ അമ്മയെ കാണാൻ. ഞാൻ എഴുതിയിട്ടുണ്ട്. 83-ലാണോ 84-ലാണോ, ശരത്തിന് ഓർമ്മയുണ്ട് അല്ലേ? എനിക്ക് ഓർമ്മ, പിന്നെ ചിത്രഭൂമിയിൽ അതെ. ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടെ വരുന്നവർ, ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, ശരത്തും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കുമല്ലോ, വയലാറും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വയലാർ വരിക്കുന്നത്. അതിൻ്റെ അടുത്ത വർഷം ഞാനിവിടെ വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് നടന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ചേർത്തല ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. വയലാർ ഉറങ്ങുന്ന മണ്ണായതുകൊണ്ടാണ് ഇവിടെ വന്നത്. അത് 10-16 വയസ്സുള്ളപ്പോഴാണ്. നമ്മൾ വയലാർ എന്ന് പറയുന്നത് വയലാറിൻ്റെ സാഹിത്യത്തിൻ്റെയോ ഗാനങ്ങളുടെയോ ഒന്നും വലിയ ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്കല്ല, നമ്മളുടെ രക്തത്തിൽ കലർന്ന ഒരാൾ, നമ്മളുടേത് എന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ. ഇന്നും അന്നും 16 വയസ്സുള്ളപ്പോൾ ഞാൻ ചേർത്തല ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, ആ കാലത്തെ ഒരു 16 വയസ്സുള്ള ഒരാളെ വയലാറെന്ന് പറയുന്ന മനുഷ്യനെ എത്രമാത്രം, വയലാറെന്ന മനുഷ്യനെ ആ 16 വയസ്സുകാരൻ എത്രമാത്രം സ്വാംശീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വയലാർ ചെമ്പരത്തിപ്പൂവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം കേട്ടറിഞ്ഞത്, നടന്നറിഞ്ഞത്, ചോദിച്ചറിഞ്ഞത്, സഞ്ചരിച്ചറിഞ്ഞത്, അത്രയധികം വായനയുള്ള ആളായിരുന്നു. നമ്മളെ ഇന്ത്യയിൽ കൽക്കട്ടയിൽ കാളിഘട്ട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ ചെമ്പരത്തിപ്പൂവാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായി? എവിടെ എന്ത് ഉപയോഗിക്കുന്ന കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ അർത്തിങ്കപ്പള്ളിയിലിരിക്കുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ആണെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അർത്തിങ്കപ്പള്ളി പുണ്യാളിനെ കുറിച്ച് നർമ്മോന്നതയിലാണ് അദ്ദേഹം ജനിച്ചെന്നറിയാം അല്ലേ? മാത്രമല്ല അങ്ങയുടെ കയ്യിലിരിക്കുന്ന പുസ്തകമുണ്ട്, ഒരു കുമ്പിൾ കഞ്ഞിക്ക് വേണ്ടി, ഒരു കൂറ തുണിക്ക് വേണ്ടി, ഒരു കൂരയ്ക്ക് വേണ്ടി വയലാറിലെ വിഷമിച്ചവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉള്ള കവിതകളാണ് അദ്ദേഹം എഴുതിയത്. പള്ളിയുടെ ക്ഷേത്ര മുകളിൽ എന്തിനാണ് കാന്ത, ഇടിവെട്ടേറ്റാത്ത കാന്ത എന്തിനാണ് വെച്ചിരിക്കുന്നത് ചോദിക്കാൻ വയലാറിനെ സാധിച്ചിട്ടുള്ളൂ ഇല്ലേ? അങ്ങനെയുള്ള ഒരു വയലാർ. അതുപോലെ കാമുകിയെ ചക്രവർത്തിനി എന്ന് വിളിക്കാനായിട്ട് ഇനി ആരെങ്കിലും ജനിക്കുമോ? കാമുകിയെ ചക്രവർത്തിനി എന്ന്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ കൊന്നുകളയെ, ഒരു കയ്യിൽ കത്തി ഒരു കയ്യിൽ ആസിഡുമായി കാമുകിയെ കാണാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആ ചെമ്പരത്തിയിൽ കാമുകിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ 50 വർഷം കഴിഞ്ഞിട്ടും വയലാർ രാമവർമ്മ അവസാനത്തെ പ്രസംഗം കേട്ട ഒരാളാണ് ഞാൻ. NSS കോളേജിൽ 1975 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ആ പച്ചക്കൈ മുണ്ട് കൊടുത്ത് ഹാഫ് കൈ ഷർട്ട് വിട്ട് അദ്ദേഹത്തിന് വേണ്ടി 2 മണിക്കൂറാണ് വെയിറ്റ് ചെയ്തത്. ഞാനത് അന്നത്തെ ആരാധന കൊണ്ട് പോയതല്ല, പാറേപ്പള്ളി പെരുന്നാളിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരാൾ വരുന്ന കേട്ടിട്ടുണ്ട്, ഒത്തിരി പാട്ട് കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ അധികം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം 1.5 മണിക്കൂർ കൊണ്ട് ഒരു സ്വരശില്പം തന്നെ തീർത്തു. അതാണ് ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് എഴുതിയ അതേ മനുഷ്യൻ തന്നെ ആ സ്വാമിയായപ്പോൾ എഴുതിയിട്ട് ഒരു പക്ക് റമ്മടിച്ച ഈശ്വരൻ കോപിക്കുന്നെങ്കിൽ കോപിച്ചോട്ടെ എന്ന് എഴുതി. പച്ചക്കഞ്ചാവിൻ മണമുള്ള കാറ്റ്, പീരിമേട്ടിലെ കാറ്റ്, ഇന്ന് എഴുതാൻ പറ്റുമോ? സെൻസർ ചെയ്യത്തില്ലേ? അപ്പോൾ കൈരളി സാനുക്കളുടെ നന്ദനോദ്യാനത്തിൽ മകരന്തം പൊഴിക്കാൻ പൊട്ടിവിടുന്ന വയലാർ രാമവർമ്മയുടെ 400 വർഷങ്ങൾക്ക് മുമ്പ് രാജാവിൻ്റെ മുൻപിൽ ഇരിക്കാൻ അവകാശം എഴുതി കിട്ടിയ തിമിൽപ്പാട്, ആ സ്ഥലത്ത് നിൽക്കാൻ കിട്ടിയ ഒരു അവസരം, നിങ്ങളുടെ എല്ലാം മുമ്പിൽ നിൽക്കാൻ കിട്ടിയ ഒരു അവസരവും വയലാർ. അദ്ദേഹത്തിൻ്റെ 4 തരത്തിലെ പാട്ടാണ്. ഒന്നെങ്കിൽ പ്രണയഗാനം, വിപ്ലവഗാനം, സ്നേഹഗാനം, വിരഹഗാനം. അതാണല്ലോ അഗ്നിപുത്രയിൽ മരുന്നേ നല്ലൊരു മരുന്ന്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. സുപ്രഭാത എഴുത്തിനെ കൊണ്ട് ശാസ്ത്രമംഗലം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ പാട്ട് എങ്ങനെയാണ് വന്നെന്നുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനൊരു ചർച്ചയിൽ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് രക്തമാണ്. സാർ ശ്രദ്ധിച്ച് വായിച്ചാണുള്ളത്. ആ കവിതകൾ കൂടുതലുള്ള രക്തമാണ്. പിന്നെ ഉള്ളത് കുടിലാണ്. ഉള്ള രക്തവും കുടിലും, അതായത് മനുഷ്യൻ്റെ നന്മകൾ, ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു ജനതയുടെ നേർക്കണ്ണാടിയായിരുന്നു വയലാർ രാമവർമ്മ. 25 വർഷത്തിന് മുമ്പ് 25 വയസ്സിൽ ഐഷ എഴുതി. ഇന്ന് എഴുതാൻ പറ്റുമോ സാർ? പറ്റത്തില്ല. അതായിരുന്നു 25 വയസ്സുള്ള പയ്യനാണ് ഐഷ എഴുതിയത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യം പറയുമ്പോൾ, ചെമ്പരത്തിപ്പൂ വൈദിക സമ്പ്രദായത്തിൽ നിഷിദ്ധമാണ് എന്ന്
പറയുന്നുണ്ട് അത്തരം പൂജാവിധികളിൽ ചെമ്പരത്തി. പക്ഷേ നിങ്ങൾ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങിയാൽ എല്ലാ ഗോത്ര ദൈവങ്ങൾക്കും ചെമ്പരത്തിമാലയുണ്ട്. വയലാർ അത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. എല്ലാ ഗോത്ര ദൈവങ്ങൾക്കും ചെമ്പരത്തിമാലയാണ്. അവിടെ ഈ പൂക്കളിലും ആ പറയുന്ന സവർണ അവർണ ഭേദമുണ്ടായിരുന്ന ഒരു കാലത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇതിനെ കാണാം. സ്ത്രീത്വം രണ്ടാമതാക്കി പുരുഷമേധാവത്വം വന്നപ്പോൾ അന്നേരം പറഞ്ഞിരുന്ന ഒരാൾ പറഞ്ഞതാണ് എന്തുകൊണ്ട് ചെമ്പരത്തിപ്പൂവിനെ ഒഴിവാക്കിയെന്ന് ചോദിച്ചു. പറഞ്ഞത് അതിൻ്റെ നിറം ചുവപ്പാണ്, തൃപ്പൂത്തായ പൂവാന്ന്, അത് അയിത്തമാണ്, പ്രവേശിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ചെത്തിയോ, ചുവന്ന ചെത്തിയോ എന്ന് ചോദിച്ചാൽ ഉത്തരയില്ല. അല്ല, ഇതിന് ചെമ്പരത്തിയും ചെത്തിയും എടുക്കുമ്പോൾ അതിൻ്റെ ഈ കേസരം എടുത്ത് മാറ്റിയിട്ട് പൂജയ്ക്ക് വെക്കുള്ളൂ. അതിൻ്റെ അകത്തൊരു ലിംഗഭേദവുമുണ്ട്. പ്രവേശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മുമ്പ് ജോസഫ് സാറ് പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ നടക്കുമോ എന്ന് ചോദിച്ച പോലെ. അതെ, വയലാർ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രസംഗിച്ചത് അങ്ങനെ എഴുതാൻ ദാസേട്ടനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റാൻ അല്ലേ അദ്ദേഹം പ്രസംഗിച്ച, നമ്മൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ട് അദ്ദേഹം അന്ന് പ്രസംഗിച്ച ചില. അല്ല, അന്ന് ഈ ഗാനരചയിതാവിന് വലിയ സ്വാതന്ത്ര്യമുള്ളൊരു കാലമാണ്. അന്ന് എഴുതിയിരുന്നത് വയലാറിനെ പോലുള്ള ആളുകളാണ്. മുന്നിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കാൻ പോകുന്ന ഗരിമയുള്ള ആളുകൾ അധികം പേരുണ്ടാവില്ല. ചോദിച്ചാൽ വയലാറിന് വാദിച്ചും തർക്കിച്ചും എതിർഭാഗത്ത് നിൽക്കുന്ന ആളിനെ നിസ്തേജനാക്കാൻ പറ്റും എന്നുള്ളതും ഒരു വിഷയമാണ്. ഇപ്പോൾ വെൺചന്ദ്രലേഖ ഒരു അപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ എന്ന് പറയുന്ന ഗാനരംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതെ, അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള വ്യക്തിപ്രഭാവമുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ മാനസമൈനെ എഴുതിയപ്പോൾ അത് പരീക്കുട്ടി അങ്ങനെ ഒരു പ്രയോഗം നടത്തുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ എൻ്റെ പരീക്കുട്ടി നടത്തും എന്ന് പറയാനുള്ള ഒരു ഒരു ആജ്ഞാശക്തിയും ഒക്കെ ചേർന്ന ആളുകൾക്ക് അങ്ങനെ അന്നത്തെ കാലത്ത് എഴുതാൻ പറ്റി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ജീവിതശൈലി സമ്പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു. അല്ല, പണ്ടും എല്ലാവരും ഒന്നും വായിക്കില്ല. പണ്ട് എത്ര പേർക്ക് അക്ഷരം അറിയാം? ആ കാലത്തെക്കുറിച്ച് പറയൂ. മനുഷ്യന് അക്ഷരം നിഷേധിക്കപ്പെട്ടിരുന്ന, അവർണ്ണൻ അക്ഷരം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലമില്ലേ? എത്ര പേർക്ക് അക്ഷരം ഉണ്ടായിരുന്നു? അവർണ്ണൻ എന്നിപ്പോൾ പറയാൻ പാടില്ല, പൊളിറ്റിക്കലി കറക്റ്റുമല്ല. പക്ഷേ അവർണ്ണൻ എന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന ആളിന് അക്ഷരം നിഷേധിക്കപ്പെട്ടിരുന്ന എത്ര വർഷം മുമ്പാണ്? മനുഷ്യന് പള്ളിക്കൂടത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന കാലം എത്ര ഉണ്ടായി? അതിനുശേഷമല്ലേ പുസ്തകവും അച്ചടിയും വായനയും ഒക്കെ ഉണ്ടായത്. അക്ഷരം പഠിക്കുന്നവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലത്തു നിന്നാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എത്ര പേര് വായിക്കുമെന്ന് ചോദിച്ചാൽ ഇന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അക്ഷരം അറിയാം, വായിക്കണമെങ്കിൽ വായിക്കാം. വായിക്കാൻ ആഗ്രഹിച്ച ഇതിഹാസങ്ങൾ വായിക്കാതെ ഒരുപക്ഷെ മനുഷ്യ സംസ്കാരത്തിൻ്റെ ഈ അക്ഷരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒരു ഈടുവയ്പിലും സ്പർശിക്കാൻ കഴിയാതെ മരിച്ചുപോയ എത്രയോ ആളുകളുണ്ട്, എത്രയോ തലമുറകളുണ്ട്. അല്ല, അദ്ദേഹം, ഞാൻ പറയട്ടെ, അദ്ദേഹം 12-20 വരികളിലാണ് അദ്ദേഹം ഈ സിനിമാ ഗാനങ്ങളും നാടകങ്ങളും ഇവിടെ നാടകങ്ങളോട് പറഞ്ഞു. അതെഴുതുന്ന പോപ്പുലറായ ഒരാളെ കോടമ്പാക്കം കവി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ഈ ഒരു അവർണതയുടെ പേരിലാണ്. കാരണം അങ്ങനെ ആ ചെറിയ ഗാനശൈലി ആസ്വദിക്കുന്നവർ അത്തരം ആക്ഷേപങ്ങളൊന്നും തന്നെ വയലാറിന്റെ പ്രഭയെ കെടുത്തിട്ടില്ല. നിങ്ങൾ വള്ളത്തോളിനെയും കുമാരനാശാനെയും ഉള്ളൂരിനെയും വായിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ, കേട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ വയലാറിനെ കേട്ടിട്ടുണ്ട്. കാരണം വയലാറായിരുന്നു ഒരുപക്ഷെ അവരെക്കാൾ ജനകീയനായ ആൾ. സാഹിത്യത്തിൻ്റെ താരതമ്യമല്ല ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട സദസ്സിന് മുന്നിൽ, എൻ്റെ പേര് രാജശേഖരൻ, വയലാർ ഫാൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു സംഭവം ഞാനൊന്ന് അവതരിപ്പിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അർത്തുങ്കൽ പള്ളിയിൽ ചെന്നിട്ട് ആ പെരുന്നാളിനിടയിൽ അവിടെ ചെന്നിട്ട് അവരുടെ അച്ഛനോട്, ആ അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന ഓഫീസിൽ കയറി ചെന്ന് പറഞ്ഞു, അച്ഛോ വയലാറിൻ്റെ വിശുദ്ധനായ സെബസ്റ്റ്യാനോസ് എഴുതിയിട്ട് 50 വർഷമായെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പോഴത്തന്നെ ഡയറിയിൽ കുറിച്ചു, ഞാൻ നാളെ രാവിലെ രാഘവപ്പറമ്പിലെത്തും എന്ന് പറഞ്ഞിട്ട്. ഞാൻ ശരത്തേട്ടൻ അദ്ദേഹമുണ്ട്, അദ്ദേഹം അവരെ സ്വീകരിച്ചിട്ട് ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ ആ പള്ളിയിൽ അച്ഛൻ ഇവിടെ വന്ന് ഈ വയലാർ രാമവർമ്മ സാറിൻ്റെ ആ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആദ്യം പറഞ്ഞൊരു വാക്കാണ് ജീവിതത്തിൽ മറക്കാത്തത്. അങ്ങയുടെ മുമ്പിൽ വരാൻ വൈകിയതിൽ ഞങ്ങളോട് പൊറുക്കണമേ എന്നൊരൊറ്റ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ ആ കണ്ണ് കളിപ്പോയി. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, നിരീശ്വരവാദം പ്രചരിപ്പിക്കാറില്ല, എങ്കിലും ചില സമയത്ത് കണ്ണുറക്കാത്ത ദൈവങ്ങളെന്ന് പറയാറുമുണ്ട്. അതാണ് കവി. ഏതായാലും ഓശാന പെരുന്നാളിനെ കുറിച്ച്, ഓമന കയ്യിൽ ഒലീവിലെ കൊമ്പുമായി ഓശാന, ഇത്ര ഹൃദയസ്പർശിയായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു പുണ്യപാപ ചുവടുകളാം
ഇരുമുടി കെട്ടുമേന്തി ഓക്കെ സാർ, ഈ പുണ്യപാപ ചുമടുകൾ എന്ന് പറയുന്നതിന് വലിയ ദാർശനികമായ തലങ്ങളുണ്ട്. അതിനെയാണ് ഒരു ചലച്ചിത്ര ഗാനത്തിന്റെ ഒറ്റ വരിയിലേക്ക് സാറേ. വയലാർ അദ്ദേഹം ഊണ് കഴിക്കുന്നത് നിത്യവിശുദ്ധയാം കന്യാമറിയമേ. അതെ സാറേ. അപ്പൊ അദ്ദേഹം കന്യാമറിയത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു ബൈബിൾ വചനത്തെക്കാൾ ഒരുപക്ഷെ നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന അഭിസംബോധനയായിരിക്കും. അത് കവിയുടെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ വേറെ പ്രത്യേകത വെച്ചാൽ പമ്പയിൽ ഇരുന്നോട് അദ്ദേഹം ഊണ് കഴിച്ചപ്പോൾ കമ്മറ്റിക്കാരുടെ ഒപ്പേരുന്ന് ഊണ് കഴിച്ചതെന്നല്ല പറഞ്ഞത്, ഭഗവാനും ഒരുമിച്ച് പമ്പയിൽ വിരിവച്ചു ഭജന സങ്കീർത്തനങ്ങൾ പാടി സദ്യയുണ്ട് പമ്പ വിളക്കു കണ്ടു മടങ്ങി എന്നാണ് വയലാർ. എനിക്ക് അത് അതിശയായിപ്പോയി. കാരണം ദൈവത്തിനൊപ്പം ഊണ് കഴിക്കുന്ന ഒരു മനുഷ്യൻ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ദൈവതുല്യം സ്നേഹിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വയലാർ രാമവർമ്മയെ കാത്തിരക്ഷിക്കുന്നത് ഞാൻ പറയാറുണ്ട്. ഓക്കെ, താങ്ക് യു. വയലാറിൻ്റെ ഗാനങ്ങളും കവിതകളും ഒരുപോലെ കടുപ്പമുള്ളവയാണ്. പ്രണയം, പ്രകൃതി, പ്രതിഷേധം, രാഷ്ട്രീയം എല്ലാം അദ്ദേഹത്തിൻ്റെ വരികളിൽ തീക്ഷ്ണമായി കത്തി നിൽക്കുന്നു. ഒറ്റ ചോദ്യം രഞ്ജിജിയോട് മാത്രം. ഇത്രയും സ്ട്രോങ് ആയ ഒരു എഴുത്തുകാരൻ്റെ കവിതകൾ സിനിമ ചെയ്യുന്ന സമയത്ത്, ചിത്രീകരണ സമയങ്ങളിൽ അങ്ങയെ സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങ് ആ തലത്തിലേക്ക് അതിലേക്ക് ആഴത്തിലിറങ്ങി പോകാൻ ഇട വന്നിട്ടുണ്ടോ? ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, സിനിമ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, അതിനു മുൻപ് കവിത എഴുതി തുടങ്ങിയ ഒരാളെന്നുള്ള നിലയ്ക്കൊക്കെ വയലാർ രാമവർമ്മ അടക്കം ആ കാലത്തെയും അതിനു മുൻപുള്ളവരും ഒക്കെ നമ്മളെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സിനിമകളുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ സിനിമകളിലെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഒരു 10 പാട്ടില്ല. എനിക്ക് പാടുന്നതിനേക്കാൾ പറയാനുള്ള സമയം പാട്ട് കൊണ്ടുപോകരുത് എന്ന ഒരു കടുംപിടുത്തമുള്ള ആളായതുകൊണ്ട് ശരത്ത് ക്ഷമിക്കുക. എൻ്റെ സിനിമകളിൽ അതിൻ്റെ എണ്ണം ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ സംവിധാനം ചെയ്ത 2 സിനിമകളിലും പാട്ടില്ല, ഞാൻ എഴുതിയ പല സിനിമകളിലും പാട്ടില്ല, ചിലതിൽ പേരിനൊരു പാട്ട്. പിന്നെ വയലാറൊക്കെ ജീവിച്ചിരുന്ന കാലത്തല്ല നമ്മളെപ്പോലുള്ള ആളുകൾ സിനിമ ചെയ്തത്. ഒരു പക്ഷേ വയലാർ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ സിനിമയിൽ ONV പാട്ട് എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ സിനിമയിൽ ONV ഒരു പാട്ട് എഴുതണമല്ലോ എന്ന ഒരു വലിയ മോഹം കൊണ്ട് ഒരു ONVയുടെ 4 വരികൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു മോഹത്തിൻ്റെ പ്രശ്നമാണ്. ഒരു കവിയോടുള്ള അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര ഗാന രചയിതാവിനോടുള്ള വലിയ ആരാധനയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ വയലാർ ജീവിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു സൗഭാഗ്യം ആ വഴിക്കും എനിക്ക് കിട്ടുമായിരുന്നു. ഞാൻ 2-4 വിപ്ലവ ഗാനങ്ങളെങ്കിലും അദ്ദേഹത്തിൻ്റേത് എൻ്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ കുത്തിച്ചെലുത്തുമെങ്കിലും ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വയലാറിനാണ് ഒരുപക്ഷെ ഞാൻ ജീവിച്ച, ഞാൻ ജനിച്ച, ഞാൻ വളർന്ന മണ്ണ് ആലപ്പുഴയുടേതായതുകൊണ്ട്, കുട്ടനാടിൻ്റേതായതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് വയലാറിനോടുള്ള ഒരു സവിശേഷമായ അടുപ്പം, വയലാർ എൻ്റെ ആരോ ആണ് എന്ന ഒരു തോന്നൽ കുറച്ചുകൂടി ഉണ്ടാവും. അതുകൊണ്ട് വയലാർ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ സിനിമയിൽ തീർച്ചയായിട്ടും വയലാർ ഒരു പാട്ട് 4 വരിയെങ്കിലും എഴുതിയാണ്. മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ ഡബിൾ സ്ട്രോങ് കടുപ്പത്തിലൊരു ചായയും ചർച്ചയും ഇതിൽ പങ്കെടുക്കാനും ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാനും കഴിഞ്ഞതിൽ VN ബാബു എന്ന എനിക്ക് വളരെ അഭിമാനമുണ്ട്. ചോദിക്കാൻ ഇത്രയേ ഉള്ളൂ, വർഷങ്ങളായി കാലങ്ങളായി നമ്മൾ ഏതൊരു മനുഷ്യൻ്റെയും നാവിൽ ഒരു വരിയെങ്കിലും വയലാർ രാമവർമ്മ അവരുടെ ആ ഒരു വരി പാടാത്തവരും മൂടാത്തവരും ഇല്ല. എൻ്റെ ചോദ്യം അങ്ങയോട് ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വരികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല? കാരണം ഈ കാലഘട്ടത്തിലും താങ്കളുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് മനസ്സിനെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാവണമെന്നില്ല പുതിയ തലമുറയെ സ്വാധീനിക്കുന്നത്. പുതിയ തലമുറയുടെ ജീവിത പരിസരങ്ങൾ വ്യത്യസ്തമാണ്, അവർ വായിക്കുന്ന സാഹിത്യം വ്യത്യസ്തമായിരിക്കാം, അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അവർക്ക് നമ്മളെ എന്തുകൊണ്ടാണ് വയലാറിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ കാലത്ത് സമകാലീനർ എന്ന്, അല്ല വയലാറിനെ നമ്മൾ സമകാലീനർ എന്ന് വിളിക്കുകയല്ല, ഓരോ കാലത്തും ജീവിച്ചിരിക്കുന്ന ആളുകളോട്, ആ കാലത്ത് എഴുതിയ ആളുകളോട്, അല്ലെങ്കിൽ ആ കാലത്ത് ഏതെങ്കിലും തരത്തിൽ സംഭാവന ചെയ്ത ആളുകളോട് നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് നമ്മളുടെ ജീവിത പരിസരങ്ങളുമായും സാമൂഹ്യ ജീവിതവുമായും
നമ്മളുടെ ഭാവുകത്വവുമായും ഒക്കെ അവർ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. പുതിയ തലമുറയുടെ ഭാവുകത്വം നമ്മളുടേതായിരിക്കണമെന്ന് ശഠിച്ചാൽ നമ്മൾ പുറകോട്ട് പോകുന്നെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഒരു രാമായണം ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ഒരു മഹാഭാരതം ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് മതസംഹിതകൾ എന്ന് അല്ലെങ്കിൽ ഒക്കെ വിളിക്കപ്പെടാവുന്ന വലിയ ഗ്രന്ഥങ്ങൾ ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് മലയാളത്തിലൊരു മഹാകാവ്യം ഉണ്ടാവാത്തത് എന്ന് ചോദിച്ചാൽ ആ കാലമല്ല എന്നുള്ളതുകൊണ്ടാണ്. കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും അത് എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയും മനുഷ്യൻ്റെ സംവേദനശീലങ്ങളെ, മനുഷ്യൻ്റെ സാമൂഹ്യ സങ്കല്പങ്ങളെ, മനുഷ്യബന്ധങ്ങളെ, എന്തുകൊണ്ടാണ് പഴയതുപോലെ അല്ലാതെ, എന്തുകൊണ്ടാണ് കൂട്ടുകുടുംബമില്ലാത്തത് എന്ന് ചോദിച്ചാൽ ആ കാലം പോയി. അപ്പോൾ അതുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാ വാല്യൂസും മാറി. അതുമായി മനുഷ്യബന്ധത്തിനോട് ചേർത്ത് വയ്ക്കാവുന്ന എല്ലാ സാമൂഹ്യ സങ്കല്പങ്ങളും മാറി. പുതിയതാണ്, പുതിയ കാലം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നാളെ, ഇപ്പോൾ വയലാറിനെ പോലെയുള്ള ആളുകൾ എഴുതിയ കാലത്ത്, ആ കാലത്തെ വ്യവസ്ഥാപിത സമ്പ്രദായത്തിൽ എഴുതിയിരുന്ന ആളുകൾക്കൊന്നും തന്നെ ഇതൊന്നും സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പുതിയ സാഹിത്യമുണ്ടാവും, പുതിയ ചലച്ചിത്രങ്ങളുണ്ടാവും, പുതിയ പാട്ടുകളുണ്ടാവും. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക്, നമുക്ക് പുതിയ കാലത്തിൻ്റെ പാട്ടുകളോട് യോജിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വിയോജിക്കാം. പക്ഷേ പുതിയ കാലത്തിൻ്റെ പാട്ട് എന്തായിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് പുതിയ കാലവും പുതിയ ജീവിതവും പുതിയ ജീവിതാനുഭവങ്ങളും തന്നെയായിരിക്കും തീരുമാനിക്കുക. നമ്മൾ എത്ര ബലം പിടിച്ചാലും നമ്മളൊക്കെ ഇല്ലാതാവുകയും നമ്മളില്ലാത്തതായ പുതിയ ലോകങ്ങളിലേക്ക് മനുഷ്യരാശി സഞ്ചരിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് വയലാർ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ പാട്ട് എഴുതിയില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണ്ട. കാര്യം വയലാർ കാലത്ത് അതുകൊണ്ടല്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം, ബഷീറിൻ്റെ ഭഗവത്ഗീതയും കുറേ മുലകളും എന്ന് പറഞ്ഞൊരു പുസ്തകം, ഇത് പാഠപുസ്തകമാക്കണമെന്ന് തീരുമാനമെടുക്കുകയും നിയമസഭയിൽ ഇത് പുസ്തകം വായിക്കാത്തവർ എടുക്കാൻ തീരുമാനിച്ചു. വായിച്ചു പറഞ്ഞു വേണ്ട, പിള്ളേരുടെ മുമ്പിലേക്ക് മുലകൾ പ്രദർശിപ്പിക്കേണ്ട ആ പ്രായത്തിലൊക്കെ. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ പാഠപുസ്തകമാക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം ബഷീറിൻ്റെ എറണാകുളത്തുള്ള ബുക്ക് സ്റ്റാളിൻ്റെ വാതിക്കൽ ഒരു ബോർഡ്, ഭഗവത്ഗീതയും കുറേ മുലകളും. മുലകൾ ഉള്ളതിന് 2 രൂപ, മുലകൾ ഇല്ലാത്തതിന് 1 രൂപ 50 പൈസ. ഇതെഴുതാൻ ഇന്ന് പറ്റുമോ? ഇത് പറ്റത്തില്ല. അതേപോലെയാണ് എല്ലാം സഹിക്കും, മിശിഹയാണെങ്കിലും പള്ളിയെ തൊട്ടാൽ സഹിക്കില്ല കപ്പിയാർ. ഇന്ന് എഴുതാൻ പറ്റുമോ? അന്ന് എഴുതിയത് മതി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എഴുതേണ്ടി വരാത്തൊരു സാഹചര്യം അങ്ങനെ ഉണ്ടാവട്ടെ. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇവിടുത്തെ അസ്ഥിമാടം ഇനിയും സ്പന്ദിക്കട്ടെ. ഇനിയും ഒരു അംഗത്തിന് ബാല്യം ഉണ്ടാവട്ടെ. ഓന്നി പറഞ്ഞ പോലെ കലാ സാഹിത്യ കുടുംബത്തിൽ ഇവരുൾപ്പെടെയുള്ള ആ വയലാറിൻ്റെ മുൻ തലമുറക്കാരും സമകാലീനരും പിന്നാലെ വന്നവരും ആ കുടുംബത്തിലെ ഒരു മാരിവില്ലും മാഞ്ഞു പോകാതിരിക്കട്ടെ. തീർച്ചയായും ഒരു വലിയ സത്യത്തിൻ്റെ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഒരുപാട് സത്യാന്വേഷണം നടത്തിയ ഒരു വലിയ മഹാൻ ഉറങ്ങുന്ന മണ്ണിൽ നമുക്ക് അദ്ദേഹത്തെ കുറച്ച് സമയമെങ്കിലും കുറേയേറെ കാര്യങ്ങൾ, പുതിയ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. ഇവിടെ ആലപ്പുഴയിലായതുകൊണ്ട് കുറച്ച് പേരെ ഓർക്കാതിരിക്കാനാവാത്തത് കൊണ്ട് ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം വയലാർ എന്ന പാട്ടെഴുത്തുകാരൻ സിനിമയിൽ പാട്ടെഴുതി തുടങ്ങിയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ പിന്നീട് പിന്തുടർച്ചക്കാരായി വന്നു. ശരത്തേട്ടൻ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഓർക്കേണ്ടത് തമ്പിസാറുണ്ട്, കാവാലം, മങ്കൊമ്പ്, ചുനക്കര രാമൻകുട്ടി, മരിച്ചുപോയ പനച്ചൂരാൻ, BR പ്രസാദ് ഏട്ടൻ, മധു ആലപ്പുഴ, ദേവദാസ്, പുതിയ തലമുറയിലെ സുഹൈൽ കോയ വരെയുള്ള എല്ലാവരും ആലപ്പുഴക്കാരാണ്. ഒരുപക്ഷെ സിനിമാ പാട്ടെഴുത്തിന് വയലാർ നൽകിയ ആ ഒരു പ്രചോദനമായിരിക്കാം ഒരുപാട് പേർക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ പ്രചോദനമായത്. അപ്പോൾ ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വാക്കുകളിൽ തീപ്പൊരി കലർത്തി എഴുതുന്ന പ്രിയപ്പെട്ട രഞ്ജി ഏട്ടന്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സ്വന്തം, പ്രത്യേകിച്ച് നന്ദിയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ മണ്ണിൽ എത്രയോ കാലങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ള, അതായത് മാതൃഭൂമിയുടെ പേരിലുള്ള നന്ദി. ഞാനൊരു പഴയ മാതൃഭൂമിക്കാരൻ കൂടെയാണ്. ഞാനും പഴയ മാതൃഭൂമിക്കാരാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ബാക്കി നമ്മൾ 84-ലോ 85-ലോ ഇവിടെ വരുന്നത് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ്. അപ്പോൾ നമ്മുടെ ഇതെന്തായാലും സ്വന്തം കൂട്ടായ്മയുടെ ഒരു ചർച്ച തന്നെയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, സ്നേഹിക്കയില്ല ഞാൻ ബഹുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ. എല്ലാവർക്കും നന്ദി.